ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ചിലപ്പം നമ്മുടെ വെന്യൂവിൻ്റെ ഒരു ചേഞ്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ മീം ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു മീം കൾച്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ആൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. സോ വെൽക്കം ടു വിറ്റ് ടോക്സ് മിസ്റ്റർ അതുൽ സജീവ്. ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിൽ വളരെ സജീവമായിരുന്നു. ഇത് ആലോചിച്ച് പറഞ്ഞു കേട്ടോ. പണ്ട് യൂട്യൂബിൽ സജീവമായിരുന്നു, ഇപ്പൊ സജീവമല്ല. ഞാൻ അതുൽ സജീവ് 2.0 രജനീകാന്ത് കഴിഞ്ഞ 2.0 ഉള്ള ആകാം. നമുക്ക് ആരും മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പരിചയപ്പെടുത്താല്ലേ. ഞാൻ ട്രോൾസിന്റെയും മീംസിന്റെയും ഒക്കെ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ അതെ ട്രോൾ മീംസിന്റെ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴൊന്നും അല്ല, അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പേരുകളൊന്ന് അതുൽ സജീവ്. കാരണം നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളെ ഒരാൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയോ ഇയാൾ നമ്മളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അതുൽ സജീവ് ഫോളോ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അതുൽ സജീവ് എന്നെ ഫോളോ ചെയ്തില്ല. അപ്പൊ ഞാൻ ഓടിപ്പോയി തിരിച്ച് ഫോളോ ബാക്ക് ചെയ്തു. അപ്പൊ ഒരു 5 മിനിറ്റ് ഫോളോ ചെയ്തു. ഞാൻ അൺഫോളോ ചെയ്തില്ല. അതില്ല, ഞാൻ എനിക്കറിയാം, നിങ്ങളെല്ലാരും അറിയായിരുന്നു. പിന്നെ അനീസ്കനെ ആദ്യം ഫോളോ ചെയ്ത് തോന്നുന്നു. അല്ല, ജോൺ ചേട്ടനെ മുന്നേ, നിങ്ങൾ രണ്ടും മുന്നേ ഫോളോ ചെയ്യണ്ട. പിന്നെ അനീസ്കനെ, ദീപക്കിനെ ഫോളോ ചെയ്ത് ആക്ച്വലി കല്യാണം മുടങ്ങിയതിന്റെ ഒരു സംഭവത്തിലാണ് ഞാൻ ദീപക്കിനെ വിഷമത്തിലല്ല, അത് ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്തില്ല. അതുകൊണ്ട് ഒരു ഭയങ്കര അല്ല കണ്ടന്റ് പോസിറ്റീവ് എടുത്തില്ല. അതിന്റെ ബാക്കിലാണെന്ന് എനിക്കറിയില്ല. അല്ല, അത് ആ വീട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര കുറച്ചുകൂടെ സങ്കടത്തിലായിരുന്നു. പിന്നെ അല്ല, അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് അറിയുന്നത്. പിന്നെ സോറി, കല്യാണം അല്ല, അതൊരു കണ്ടന്റ് ആക്കിയെന്ന ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്ത് ഞാൻ അപ്പൊ കൊള്ളാലെന്ന് വെച്ചാൽ അപ്പൊ ഫോളോ ചെയ്ത് തുടങ്ങിയത്. അതുൽ സജീവിനെ എപ്പോഴാണ് ലൈം ലൈറ്റ് വരുന്നതിന് മുന്നേ കാണുന്നുണ്ടായിരുന്നു? എനിക്ക് ആദ്യമായിട്ട് അറിയാവുന്ന ആ ഒരു പാറ്റേൺ പിടിച്ച, ഈ ട്രോളിന്റെ പാറ്റേൺ പിടിച്ച ഞാൻ ശ്രദ്ധിച്ച ആള് അതുൽ. ഫൗണ്ടർ മെമ്പറിൽ ഒരാളെന്നൂടെ പറയാം. ഞങ്ങൾ 1-2 പേര് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കോമ്പറ്റീഷൻ കുറവായിരുന്നു. അപ്പൊ 2015 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ആക്ച്വലി തുടങ്ങിയത് അന്ന് ഫേസ്ബുക്കിലായിരുന്നു. ഈ മീംസ് ട്രോൾസ് ഭയങ്കര ICU റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഇത് തുടങ്ങുന്നത്. അതിന് മുന്നേ ഞാൻ തുടങ്ങിയത് കോളേജിലാണ്. കോളേജിൽ നമുക്ക് ചെറിയ ചെറിയ തമാശ ഇൻസിഡൻസ് വരുമ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത്, അന്നൊന്നും എന്തോ അറിയില്ല, ചുമ്മാ ഒരു ഏതെങ്കിലും മൂവി ക്ലിപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ മൂവിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങ് അലക്കും. അത് ആദ്യം ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ഇപ്പം കൊള്ളാലെന്നൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അത് പതുക്കെ കോളേജ് ടോട്ടൽ ഇൻസിഡൻസ് ആക്കി മാറ്റി. അത് കോളേജ് ഇൻസിഡൻറ്റ് വരുമ്പോൾ അത് നൈസായിട്ട് ഇങ്ങനത്തെ ആക്കുമ്പോൾ കോളേജിൽ അത്യാവശ്യം ഫേമസ് ആയി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലുള്ളവർ പറഞ്ഞത് പിന്നെ കോളേജിൽ വന്ന് നിൽക്കണമെന്ന് നീ മറ്റേ ട്രോൾ ഗ്രൂപ്പിലിടണം. നമുക്ക് അന്നേ ഫോളോ ചെയ്യും. നമ്മൾ തുടങ്ങിയത് ഈ ICU ഒക്കെ ട്രോൾ സെൻ്ററാണ്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങനെ സെർഫ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രോൾസ് കാണാനാണ്. അങ്ങനെയാണ് ഇതിന്റെ കൾച്ചറെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത ക്ലാസ്സിൽ തന്നെയാണ് ആദ്യം. അതിന്റെ പിന്നെ കോളേജായി. പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞത് പിന്നെ ഈ ICU ചുമ്മാ ഇടുന്നു വെച്ച് പറഞ്ഞു. അങ്ങനെ ഇട്ടപ്പോ ആരും പോലും മൈൻഡ് ചെയ്തില്ല. കാരണം അന്ന് കുറച്ച് തലവന്മാരുണ്ട്, അവരിടുമ്പോൾ മാത്രമാണ് ഭയങ്കര ആൾക്കാർ ഇങ്ങനെ സൂപ്പർ എന്ന് കമന്റ് ഒക്കെ വരുള്ളൂ. നമ്മളിട്ട് ഞാൻ 10 ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ആദ്യത്തെ നല്ലോണം ചീറ്റി ആസ് യൂഷ്വൽ. പിന്നെ ആദ്യം ഇട്ടത് പടം ട്രോളാണോ അതോ ശരിക്കും വീഡിയോ? അല്ലല്ല, സ്റ്റാർട്ടിങ് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിയാനില്ല. അതും സ്ക്രീൻഷോട്ട് എടുക്കാൻ മടിയായതുകൊണ്ട് വേറെ ഏതെങ്കിലും മീംസ് ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കും. അത് ആക്ച്വലി മീം ഉണ്ടാവും, ഹിറ്റായ മീം. ആ മീം അതൊക്കെ പിന്നീട് വന്നതാ. ആ സമയത്ത് ഇന്റർനെറ്റ് ഒരു ആക്റ്റീവായിട്ട് വരുന്നില്ല. ജിയോ ഇതാണ് ജിയോക്ക് മുന്നേ കേട്ടോ. അതൊക്കെ ഈയിടെ കണ്ടില്ല, പണ്ടുണ്ടായിരുന്നു. പണ്ട് പിക്സൽ ലാബ് ഒക്കെ അങ്ങനത്തെ മീം മലയാളം ട്രോൾ അതൊക്കെ അല്ലേ, അതൊക്കെ പിന്നീട് വന്ന. ഞാൻ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ജിയോ വന്നായിരുന്നു 2015. ജിയോ 15 ഇല്ല, അതിന് മുന്നെയാണ്. അതായത് 1 GB ഒരു മാസത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മീംസിനോട്. 15 ജിയോ വരുന്നത് 17 ഒക്കെ ആയിരിക്കും. 17 ജിയോ. ഞാൻ പഠിക്കും ആ സമയത്തൊന്നും നമ്മൾ 1 GB കൊണ്ട് ഒരു മാസം ഓടിക്കണ കാലമായിരുന്നു നമ്മുടെ. അപ്പൊ അതുകൊണ്ട് ജിയോ വരുന്ന ഡിമോണിറ്റൈസേഷന് തൊട്ട് മുമ്പേ 2015 അവസാനമാണ് ആ സമയത്തായിരിക്കും.
അയ്യറ്റിക്കാരൻ. ഇതാദ്യം അറിയാമെന്ന് പറയാനതാ, ഇങ്ങനെ പറയണതാ പുള്ളിക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ എവിടെ നമ്മൾ നിർത്തിയത്? അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയായിട്ട് ഹിറ്റായ മീം ടെംപ്ലേറ്റ്, അതായത് ഹിറ്റായ മീംസ് ഉണ്ടാവല്ലോ ഓൾറെഡി ഓടുന്നത്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റേ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് അല്ലെങ്കിൽ മാച്ച് കളഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഫോൺ ഇടും. ഇതല്ലേ അങ്ങനെ തുടങ്ങിയത്. കാരണം അതൊന്നും ചെയ്യാറില്ല ബേസിക്കലി. അതായത് സ്ക്രീൻഷോട്ട് പോയി മൂവി പോയി എടുക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാനുള്ള മടി കൊണ്ട് ഹിറ്റായ മീംസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ ഫോൺ ഇടും. ഭയങ്കര വൃത്തിയായിരിക്കും, ക്വാളിറ്റി സാധനം ഉണ്ടാവില്ല. അനീസിക തമാശ ഉണ്ടാക്കണല്ലേ, ഹിറ്റായ തമാശ എടുക്കുന്നു അതിന്റെ മേളിക്ക് ഇംഗ്ലീഷിലെ സാധനം മലയാളത്തേക്ക് വരുന്നതാണോ? അതിനുള്ള വിവരം മലയാളത്തിൽ തന്നെ മലയാളത്തിൽ അതുകൊണ്ട് കോപ്പി അടിക്കുന്ന ആൾക്ക് മനസ്സിലാവാതെ തന്നെ ഏതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ നോക്കിയിരുന്നോ ഈ പറഞ്ഞ ഈ കോപ്പി അടിച്ച സാധനങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ മുന്നേ മറ്റേ നിങ്ങൾ 4-5 പേര് ഒരുമിച്ചുള്ള ഒരു സ്റ്റാൻഡപ്പ് ഇല്ലേ മറ്റേ അനീറ്റ എല്ലാരും ഉണ്ടായിരുന്ന അതിന്റെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ ചീഞ്ഞ വിത്തങ്ങൾ ഇറക്കണെന്ന് പറഞ്ഞില്ല നമ്മൾ കുറെ അങ്ങോട്ട് ശരിക്കും നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ആദ്യത്തെ സാധനം അതായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്ത് തുടങ്ങിയ അല്ലേ നിങ്ങളെ ഏജന്റിനെ കളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ആ ബാരിയർ ഇല്ലാതെ നമ്മൾ റോസ്റ്റ് ചെയ്ത് തുടങ്ങി. അത്യാവശ്യം ചാനൽ ഫോർമാറ്റിന്റെ ലെവലിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത്. അത് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു, അത് ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് കണ്ട. ബേസിക്കലി അതിൽ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. റോസ്റ്റ് ഇഷ്ടം. ഞാൻ പണ്ടോടെ റോസ്റ്റ് അതാണ് ഞാൻ നോക്കിയ കാര്യം. അതായത് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ആരെങ്കിലും കളിയാക്കുന്ന ഒരു ഫോർമാറ്റാണ് ട്രോൾസ് മീംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മളൊരു ലൈവ്ലി ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി പണ്ട് ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രോൾസിൽ ഇപ്പോഴും കളിയാക്കിയിട്ടൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. അല്ല, അത് ബേസിക്കലി അതാണ് അതിന്റെ ഫോർമാറ്റ്. അതെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ട്രോൾസിൽ അവർ ഫോളോ ചെയ്യും, പക്ഷെ ലൈവ് ചെയ്യുമ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. ട്രോൾസിൽ ആക്ച്വലി അവർക്ക് പറയേണ്ടത് വേറെ ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ച് നമ്മൾ പറയുന്നത് ഇന്നസെന്റോ അല്ലെങ്കിൽ മമ്മൂക്കോയോ അല്ലെങ്കിൽ സലീമാനോ ഒക്കെ ആവുമ്പോൾ നമ്മൾ ഡയറക്ട്ലി പറയേണ്ട ആൾക്ക് തോന്നില്ല. അതൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ നിങ്ങൾ റോസ്റ്റ് നേരെ ചെയ്യുമ്പോൾ പേഴ്സണൽ ചെയ്യുന്നവരെ തോന്നും. പക്ഷെ ഇത് പറയാൻ നിങ്ങളായിരുന്നല്ലേ, അതാ പറഞ്ഞ. പക്ഷെ അത് ഇപ്പൊ മമ്മൂക്കയോ അല്ല ഇന്നസെന്റോ സലീംകുമാറോ ക്ലിപ്പിൽ പറയുമ്പോൾ ആർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ അതായിരിക്കും. എനിക്ക് അത് കറക്റ്റ് ആയിട്ട് മെന്റാലിറ്റി അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അവര് പറയണ നമ്മളെ വെച്ചൊന്ന് കമ്പയർ ചെയ്യില്ലേ. അതെ അതായിരിക്കും. മറ്റേത് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അവര് കൗണ്ട് എടുക്കുന്നുണ്ടല്ലേ ഫോളോവേഴ്സിന്റെ. അതില് ഈ മീംസ്, ഈ ഫോട്ടോസ് മീംസിൽ നിന്ന് 2015 ആയില്ല, 2013-14 ആയിട്ടുള്ളൂ. എന്റെ കഥയോ? അല്ല 15 തുടങ്ങിയതാ ഫസ്റ്റ് ക്ലിക്ക് ആയത്. ഒരു ചോദ്യം ചെയ്യും, അതായത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഫ്ലോപ്പായ മീംസിനെ കുറിച്ചല്ലേ. അത് ഇങ്ങനെ ഇട്ടിട്ട് ക്വാളിറ്റി ഇല്ലാത്ത മീംസ് തുടങ്ങി. പക്ഷെ ഏതോ ഒരെണ്ണം എനിക്ക് ആ ഫോട്ടോ മീം ഓർമ്മയില്ല, അത് ഇട്ടിട്ട് ഭയങ്കര ഹിറ്റായി ഐസിയുല്. ഫോട്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പക്ഷെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ പോലെ ഒരുപാട്. അപ്പൊ അങ്ങനെ മീംസ് ഇട്ടിട്ട് പിന്നെ ഈ പറഞ്ഞ തലവന്മാരെ ഒക്കെ എന്റെ പേര് ആഡ് ചെയ്ത് തുടങ്ങി മീംസ് തന്നെ. അപ്പൊ എന്റെ പോസ്റ്റ് അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതുൽ സജീവ് പേര് ആളുടെ ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ള അറിവ് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഞാൻ പതുക്കെ എന്നാ പിന്നെ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കണം. അതുൽ സജീവ് ആദ്യം അതുൽ സജീവ് എന്നുള്ള പേരിലാണ് ഇട്ട് തുടങ്ങിയത്. അല്ല, ദീപക് സാധാരണ ICU-ലൊക്കെ ഇട്ടോണ്ടിരുന്നത് അമ്മാവന്റെ ഫേക്ക് ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ മറ്റേ തൂലികാനാമം പോലെ അങ്ങനെ അതുണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ICU-ൽ ഇടുന്ന അഡ്മിന്റെ പേര് മാമന്റെ മീം അല്ലെങ്കിൽ മീം കറി, മീൻകാരൻ അതൊക്കെ അല്ലേ. അല്ല, ഞാൻ കാരണം ബേസിക്കലി ഞാൻ മെമ്പർ ആയത് എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടെയാണ്. പിന്നെ വേറെ തുടങ്ങിയില്ല ഞാൻ. പക്ഷെ പിന്നെ നാണൊക്കെ ഉണ്ടായിരുന്നില്ല, കുട്ടികളും കുഴപ്പമില്ലെന്നുള്ള മറ്റിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഹിറ്റായി അത്. പിന്നെ എന്റെ പേരൊക്കെ അത്യാവശ്യം അറിഞ്ഞു തുടങ്ങിയല്ല. കുറവാ പൊളിറ്റിക്കൽ സാധനം. പിന്നെ ICU-ല് പൊളിറ്റിക്സിന്റെ ഇട്ട് കഴിഞ്ഞാൽ ബാനൊക്കെ കിട്ടും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പുറത്തുനിന്നൊന്നും കണ്ടതല്ല, അതിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റ് ആണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ICU ചാനൽസ് ഗ്രൂപ്പ് ഇന്റർവ്യൂടെ ഇടയ്ക്ക് ഇങ്ങനെ മൂവീസ്. അല്ല ഞാനല്ല തുടങ്ങിയത്, മറ്റേ വേറെ ആൾക്കാർ തുടങ്ങിയത്. ഇന്റർവ്യൂടെ ഇടയ്ക്ക് ഇത് എനിക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങൾക്കപ്പോ ഒരു ബാങ്ക് പോലെ ഉണ്ട്. അതായത് ഇല്ല, പറ്റത്തില്ല, ഇങ്ങനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെ നിങ്ങളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്തിരിക്കും. അതായത് ചോദിച്ചത് നിങ്ങൾ കുറെ റെക്കോർഡിംഗ് സെറ്റിംഗ് സൂക്ഷിച്ചു വെക്കാൻ. ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ആണെങ്കിൽ കട്ട് ചെയ്ത് ലൈബ്രറി ഉണ്ടോ? ഇല്ല, എനിക്കില്ല കേട്ടോ. അങ്ങനെ ആൾക്കാർ ഉണ്ടാവും കേട്ടോ, ഓൾറെഡി സിസ്റ്റത്തിൽ സേവ് ചെയ്യണം. അപ്പോൾ എളുപ്പമാണല്ലോ. എനിക്കങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ ഫോണിലാണ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തോണ്ടിരുന്നത്. ഫോണിൽ അത്രയും സേവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ
അന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ലൈവായിട്ട് യൂട്യൂബിൽ തന്നെ കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാത്രം കിട്ടും, സ്ക്രീൻ റെക്കോർഡ് പോലും ചെയ്യണ്ട, നല്ല ഫുൾ ക്ലാരിറ്റി. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവന് ഈ കട്ട്സ് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ ടി വിയിൽ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റാർ വാർ എന്ന് പറഞ്ഞ മറ്റേ കട്ട്സ്, ട്രോൾ കട്ട്സിന്റെ ഒരു മോഡൽ സാധനം ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഡബിങ് ചെയ്ത് വേറെ ഇംഗ്ലീഷ് ക്ലിപ്സിൽ നിന്ന് മലയാളം ക്ലിപ്സ് കട്ട് ജമ്പ് വരുന്ന ഒരു സാധനം. കൈരളി ടി വി അങ്ങനെയുള്ള സാധനം കൈരളി ടിവിക്ക് അങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റാർ വാർസ് എന്ന പേര്. അതായത് ഇങ്ങനെയുള്ള ട്രോളുകളുടെ ഒക്കെ ഒരു ആദ്യ വർഷം പല വീഡിയോസ് കട്ട് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിനിടയ്ക്ക് മലയാളം ഇന്റർവ്യൂവിനകത്ത് സിനിമ ക്ലിപ്സ് ഒക്കെ കട്ട് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്ന സാധനം. മരിച്ചു അയാൾ പുള്ളിക്കാരൻ ആങ്കറായിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ട്രോൾസിന്റെ ഒക്കെ ഫസ്റ്റ് വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു നമ്മുടെ 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്തൊക്കെ ആയിരിക്കും. ആക്ച്വലി അതിന് മുന്നേ നമ്മൾ കുഞ്ഞു ഫോണിൽ എത്ര വയസ്സായി? പ്രായം 28-30 വയസ്സായി. 33 വയസ്സുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് കുഞ്ഞു ഫോണിൽ നമുക്ക് ടെർമിനേറ്ററിന്റെ സാധനം കിട്ടുന്ന ഓർമ്മയുണ്ടോ? ശിവശങ്കരൻ. അതാരും ചെയ്തെന്ന് അറിയോ? ശ്യാമോഹനാണ്. ഇപ്പൊ പ്രേമലൂരിൽ അഭിനയിച്ചല്ലേ പുള്ളിയാണ് അത്. അതൊരു ഷോയിനടക്കം പുള്ളി പറഞ്ഞപ്പോഴേ ഈശ്വര അത് അന്നത്തെ വയറില എനിക്ക് ഫസ്റ്റ് കേരള അല്ല മറ്റേത് ടെർമിനേറ്റർ ഇവന്റെ പ്രായത്തിലായിരിക്കും. ഞാൻ പറഞ്ഞ ഈ വീടിന്റെ കാര്യം പറഞ്ഞത് ഇത് എനിക്ക് പറഞ്ഞ ഫസ്റ്റ് നമുക്ക് അന്ന് സെന്റിയുടെ ബ്ലൂടൂത്ത് വഴിയല്ലേ നമ്മുടെ ഫോണിൽ. ആ കാലത്ത് എല്ലാവരുടെ ഫോണിന്റെ സാധനമാണ് ഇത്. അതിന്റെ ശ്യാമോഹൻ പേര്. ശ്യാമേട്ടൻ ഞങ്ങളുടെ ഷോയ്ക്ക് വെച്ച് പറഞ്ഞത് അത് ഞാനാ ചെയ്തെന്ന്. അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 35 സംതിങ് ഉണ്ടാവും. എനിക്ക് ആ റേഞ്ചിലായിരിക്കും. അതെ, അത് ഇങ്ങനെ ഹിറ്റാവുന്ന അവര് ചുമ്മാ ഫോൺ കിട്ടിയപ്പോ ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയപ്പോ പുള്ളി അത്യാവശ്യം മിമിക്രിയും ഡബ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ സമയത്ത് ഫോണിൽ തന്നെ ചുമ്മാ ഡബ് ചെയ്ത് അത് ചുമ്മാ ഫ്രണ്ട്സിന് കൊടുത്തതാ. അവൻ കയറി കത്തി. എനിക്ക് ഫസ്റ്റ് വൈറൽ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അതെല്ലാരും കാണാം. എനിക്ക് നമ്മുടെ ഏജിലുള്ള അല്ല ഇതൊക്കെ കോളേജിലാണ്. അതെ, അന്ന് 10 MB സാധനമൊക്കെ നമുക്കിങ്ങനെ 20 മിനിറ്റ് കാത്തിട്ടൊക്കെ ബ്ലൂടൂത്ത്. അപ്പൊ ഇതൊക്കെ 3GB വീഡിയോസ് ആണ്. അതൊക്കെ 2-3 MB ആയിരുന്നു ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ബ്ലൂടൂത്ത് സെൻഡ് ചെയ്യായിരുന്നു. എല്ലാവരുടെ ഫോണാണ് അത് ക്ലിപ്പ് ആയിരിക്കും ഇത്. അതിന്റെ പേരെങ്ങനെയാണോ ഈ കളിക്കൊടുക്ക കളിക്കൊടുക്ക ചേടാ അതൊക്കെയാണ് ഡയലോഗ്. ഭയങ്കര അക്കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് ഭയങ്കര ഫേമസ് ഡയലോഗ്സ് അതൊക്കെ. അപ്പൊ നമ്മളവിടെ നിർത്തിയ എനിക്ക് കുറച്ചുകൂടെ ഞാൻ സംസാരിക്കുന്ന കാര്യം നിർത്തിയൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. ഒരു 1.5x പൊക്കോണ്ടിരിക്കുന്നത്. സ്പീഡ് മാത്രല്ല ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ട് മൊത്തം പറഞ്ഞു തീർത്തിട്ട് പോകും. ഇത് കേൾക്കുന്നവർക്കല്ല മനസ്സിലാവുന്ന എനിക്കറിയില്ല. മനസ്സിലാവും, പക്ഷെ സ്പീഡ് കൂടും. നമ്മുടെ ഗൗതം ശശി സംസാരിക്കുന്ന പോലെ എല്ലാരും സ്പീഡ് കുറച്ചിട്ട് അതല്ല പ്രശ്നം. ഇടക്കിടക്ക് പല സൗണ്ട് പല മോഡുലേഷൻ കാരായിരുന്നു. മാധവൻ ജോണ് വീഡിയോ ഇത് കൂടും, മറ്റേ ടൈം വ്യൂസ് ടൈം കൂടും. അപ്പൊ മറ്റേ 5x ഇട്ടാ കണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ മറ്റേ മൊത്തത്തിൽ വ്യൂ ടൈം കൂടും. ചിന്തിച്ചിട്ടില്ല അല്ലേ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ ചിന്തിക്കാത്തോണ്ടാണല്ലോ. ആക്ച്വലി പ്യൂഡിഫൈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച്. പുള്ളി മറ്റേ സ്പീഡിൽ വീഡിയോ ചെയ്തിട്ട് അങ്ങനെയല്ല, പുള്ളി ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആള് ചാനൽ യൂട്യൂബ് പണ്ടത്തെ. ഇപ്പൊ പഠിച്ചേക്കണത് ഈ ഒരു ബോധ്യം ഒരു 4 മാസം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലാവും. അല്ല പ്യൂഡിഫൈ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. പണ്ട് ഇപ്പൊ ടി സീരീസ് ആണ്, പണ്ട് പ്യൂഡിഫൈ ആയിരുന്നു. നമ്മുടെ പ്രശ്നം നമ്മൾ യൂട്യൂബിൽ ഫോളോ ചെയ്യാറില്ല. അല്ല ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്യൂഡിഫൈ ഒക്കെ ഫേമസ് ആണ്. അപ്പൊ പുള്ളി ഒരു ദിവസം ഇങ്ങനെ ടി സീരീസിന്റെ ഫൈറ്റ് ഉണ്ട്. പുള്ളിനെ ചുമ്മാ ഒരു കണ്ടന്റ് വേണ്ടിയിട്ട് ടി സീരീസിലുള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിന് വേണ്ടിയിട്ട് പുള്ളി ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി വീഡിയോ 2x സ്പീഡിൽ ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു. എന്നിട്ട് കാണികളുടെ അടുത്ത് 0.5x സ്പീഡിൽ കാണാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ കറക്റ്റ് ആവില്ലേ? വീഡിയോ സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുമ്പോൾ പിന്നെ പുള്ളി ഷൂട്ട് ചെയ്ത 2x സ്പീഡിലാണ്, പുള്ളി എടുത്ത് 2x സ്പീഡിലാണ്. അപ്പൊ വീഡിയോ ലെങ്ത് കൂടും. അങ്ങനെ എന്താ പുള്ളി പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല കറക്റ്റായിട്ട്. പുള്ളി ചെയ്തിട്ട് അങ്ങനെ 2x സ്പീഡിൽ സംഭവം 2x സ്പീഡിൽ പുള്ളി വീഡിയോ പറഞ്ഞു. അത് മനസ്സിലായില്ല, നമ്മളോട് നമുക്കും മനസ്സിലാവുള്ള. അത് ഞാൻ കുഞ്ഞു പയ്യനാണ്, ഇതൊന്നും പ്യൂഡിഫൈ കേൾക്കണുള്ളൂ. ഇത് കേറാൻ കഴിയുമ്പോ ഇവരെ ഏതാണെന്ന് ചോദിക്കുന്നത്, ഇതൊന്നും അറിയാത്ത ഞങ്ങളെല്ലാരും ചോദിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പഠിത്തം കഴിഞ്ഞോണ്ടാണോ ചെയ്യാത്തത്? പഠിത്തം കഴിഞ്ഞ് പിന്നെ എനിക്ക് തന്നെ അതൊരു
പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ സീരിയസ് ഇതായി മറ്റേ എന്താ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നോണ്ട് ട്രോൾ അലമ്പാന്നൊരു മൊത്തത്തിൽ പുച്ഛമുണ്ട് ട്രോൾ വീഡിയോസ്. ഞാനൊരു ഇതായിരിക്കും ടാഗിലേ അതിൽ പുച്ഛമോ ട്രോൾസിന് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സ്വന്തമായിട്ടൊരു തോന്നൽ വരില്ലേ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ റാൻഡം സാധനങ്ങളുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ കൂടിയില്ല. അപ്പൊ പിന്നെ നമ്മുടെ പേര് കുറച്ചിങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേറെ രീതി ചിന്തിക്കണ്ടേ അല്ലേ? അങ്ങനെ തുടങ്ങി ചിന്തിച്ചിട്ട് നിർത്തിയോ? ജോലിക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഷൂട്ടഡ് പ്ലസ് അതായത് അങ്ങനെ അധികം അങ്ങനെ കാണാത്ത സാധനങ്ങളൊക്കെ, അതായത് കുറച്ച് കാണാത്ത സാധനങ്ങൾ ഇപ്പൊ ആരും കാണുന്നില്ല. ഒരുപാട് അപ്പൊ ഞങ്ങൾ തോന്നി ആരും കാണാത്ത എങ്ങനെങ്കിലും കാണുന്നില്ല അല്ലെ? ഇപ്പൊ ആരും കാണുന്നില്ല. ഇപ്പൊ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുമാരുണ്ടോ നാണക്കാരല്ലാരും അല്ലേ? എന്താണ് എന്ത് ടൈപ്പ് സാധനമാണ് ചെയ്യുന്നത്? അത് വീഡിയോസ് കണ്ടിട്ടുള്ളത് കേട്ടല്ലേ? ഫേസ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ അധികം കേരളത്തിൽ അങ്ങനെ കണ്ടുപരിചില്ലാത്ത തോന്നിട്ട് അങ്ങനെ സാധനങ്ങള് തോന്നാത്ത സാധനം. അയ്യോ അങ്ങനെ കേരളത്തിൽ കണ്ടുപരിചില്ലാത്ത സാധനമൊന്നും ചെയ്യരുതേ. പരിചയമില്ലാത്ത ചെയ്തവരൊക്കെ ഇരിക്കും. പക്ഷെ പിന്നെ ഞാൻ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നെ വെട്ടിയാറൊക്കെ പിന്നീട് വന്നതാ. ആ സമയത്ത് ഞാൻ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. വെട്ടിയാറിന് മുന്നെയാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ വെട്ടിയാർ പിന്നെ ഐശ്വര്യ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങിയതാ. ഞാൻ അതിന് മുന്നേ സ്പൂഫ് ചെയ്തിട്ടുണ്ട്. KGF അങ്ങനെ കുറച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ ട്രോൾ എന്ന പേരിലുള്ളതുകൊണ്ട് എനിക്ക് വന്ന കമന്റ്സ് നല്ല സിനിമയെ കളിയാക്കുന്നോടാണ്. അഭിനയിച്ചിട്ടുണ്ട് ഞാൻ KGF സ്പൂഫ്. അതായത് എന്റെ ഒരു ആൾക്കാർ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കി കാരണം പെട്ടെന്ന് കണ്ടന്റ് ചേഞ്ച് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡയറക്ടർ മാറിപ്പോയാൽ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കണ്ടന്റ്സ് ഉണ്ടാക്കി. ഹൗ ഇറ്റ് ഷുഡ് ഹാവ് എൻഡഡ് പോലെ സാധനങ്ങളൊക്കെ. അതായത് നമുക്ക് ആഗ്രഹമുള്ള അതെ നമുക്ക് അതായത് ഇപ്പൊ നരസിംഹം വേറെ ആൾ ഡയറക്ട് ചെയ്താൽ ഞാൻ നരസിംഹം ഡയറക്ട് ചെയ്ത് ഇപ്പൊ അമൽദീതാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാനായിട്ടുള്ള അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമൽദീത് സ്ലോ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നരസിംഹത്തിന് അത് മുന്നത്തെ കണ്ടന്റ്സ് അതൊക്കെ. ഷാസം വൈദ്യർക്ക് വന്നത് ലാലേട്ട കളിയാക്കുന്നോടാ അല്ലെങ്കിൽ നല്ല സിനിമ കളിയാക്കുന്നോടാ. അന്ന് സ്പൂഫ് എന്നൊരു സാധനം അങ്ങനെ ആൾക്കാർക്ക് പരിചിതമായിട്ടാണ് സമയത്ത് ഞാൻ ചെയ്തത്. അപ്പൊ എനിക്കത് നല്ലോണം കിട്ടി. ബേസിക്കലി ട്രോൾ എന്ന പേരിൽ ഉള്ളതുകൊണ്ടായിരിക്കും. ട്രോൾ എന്ന പേരിലാണ് നമ്മൾ ഈ ട്രോള് ചെയ്യുമ്പോ ആൾക്കാർക്ക് ഒരു ലൈസൻസ് ഉണ്ട്, അവർക്ക് നമ്മളെ ട്രോൾ ചെയ്യാമെന്നുള്ളത്. അത് കുഴപ്പമില്ല. അത് നമ്മള് ഒരാളെ കളിയാക്കി തിരിച്ച് കളിയാക്കാൻ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്. അത് പ്രശ്നമില്ല. അതിന്റെ ലോജിക്ക് നോക്കാൻ പാടില്ല. ആ സമയത്ത് അവര് വന്നിട്ട് നമ്മൾ തിരിച്ച് കളിയാക്കില്ല. ലോജിക്കലി നമ്മൾ ചെയ്യുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മോഡാണ്. ഇത് പറഞ്ഞ എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അതാ നമുക്ക് ഒരു കണ്ടന്റ് നമ്മൾ പബ്ലിക് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന്റെ കയ്യിലായിരിക്കണേ. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളുണ്ടായ കണ്ടന്റ് എത്ര മോശം എത്ര അടിപൊളിയാന്ന് പറഞ്ഞാലും അത് പബ്ലിക്കിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവരെ ഇരിക്കാം അല്ലെ? നമുക്കത് അവര് പറഞ്ഞാൽ ശരിയല്ല തോന്നുന്നു. പബ്ലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ കണ്ടന്റ് വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരൊക്കെ ശരിയാണ്. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ 324 ഫോളോവേഴ്സ് നമ്മളത് ലിറ്ററലി കാണുന്നതാണ്. ആ പയ്യൻ എന്നെ വെട്ടിയെടുത്തോണ്ട് പോയിട്ട് 2 തെറി വിളിച്ചു. ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ എന്റെ വീഡിയോ ഇങ്ങനെ പ്ലേ എന്നിട്ട് ആ വീഡിയോ മില്യൺ. അവനത് ഭയങ്കര രസമായിട്ട് അവന് എന്റെ 4 വെട്ടി എന്റെ 4 ആ വീഡിയോസ് എല്ലാം കൂടി അവനെ ഞാൻ നോക്കും. അവന് 20,000 ഫോളോവേഴ്സ് ഒക്കെ ആയിപ്പോ. അല്ലല്ല അവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ കാണാം ഇപ്പൊ 1.4 മില്യൺ. ബാക്കിയെല്ലാം 2397 1600 അങ്ങനെ ഒരു 4 വീഡിയോ. അത് കഴിയുമ്പോ മേടി വീണ്ടും 2.7 മില്യൺ. അല്ല അവനപ്പോ അത് രസമായിട്ട് അവനിപ്പോ എല്ലാരും തെറി വിളിക്കാൻ തുടങ്ങും. അവന്റെ വിചാരം എല്ലാരും തെറി വിളിച്ചാൽ ഹിറ്റ് ആകുന്നു. അവൻ അറിയത്തില്ല എന്നെ മാത്രം തെറി വിളിച്ചാൽ ഹിറ്റ് ആകുന്നു. അൽഗോരിതത്തിലൊരു സ്ഥാനം കിട്ടിയത് അപ്പോഴല്ലേ അനീസിന്. ആരും അനീസിനെ തെറി പറഞ്ഞല്ലോ കയറ്റി വിട്. ആ ആഴ്ച അല്ല ആ മാസം എനിക്കൊന്ന് എന്നെ ആര് തെറി പറഞ്ഞാലും ഓടുന്ന ഭീഷണി വന്നിട്ടുണ്ടോ? ഭീഷണി അതുൽ സജീവൻ അതായത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കളിയാക്കുമ്പോ വന്നിട്ടുണ്ട്. അതാര് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന വീഡിയോ ഏതാണ്? അത് കുറെ വർഷം മുന്നത്തെ വീഡിയോ ആയിരിക്കും. അങ്ങനെ ഓർമ്മ കിട്ടില്ല. പക്ഷെ നേരിട്ടില്ല. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞു ട്രോൾസിന് അതല്ല ട്രോൾ ചെയ്ത ആള് നേരിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. അതിന്റെ മാനേജർ അങ്ങനെ എല്ലാം എനിക്ക് മുന്നേ അയച്ചിട്ടുണ്ടോ എനിക്കത് ഓർമ്മ. മാനേജർ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? വീഡിയോ റിമൂവ് ആക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട് മുന്നേ.
ഏതോ ട്രോൾ ഇതുപോലെ അങ്ങനെ കാര്യം ചോദിച്ചാൽ അപ്പൊ തന്നെ റിമൂവ് ചെയ്തേക്കണം അതല്ലേ. അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ അതൊക്കെ പണ്ട് എനിക്ക് ആരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അങ്ങനെ എല്ലാരും തൃപ്തിപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തിരിക്കുന്നതിന്റെ മനസ്സൊന്നും അറിയാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെ പാവം. ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അല്ല, അത് വ്യൂവേഴ്സിന്റെ കയ്യിലാണ് അതിന്റെ കാര്യം ഇരിക്കണം അല്ലേ. അത്രേ ഉള്ളൂ. നമ്മള് പബ്ലിക് ഇട്ട് പിന്നെ നമ്മൾ അതിപ്പോ ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടോ വ്യൂവേഴ്സ് ഏറ്റെടുക്കുക. അല്ല അത് മോശമാണെങ്കിലും അത് നമ്മൾ കേൾക്കാൻ റെഡി ആവണം. ഇപ്പൊ വീഡിയോ അലമ്പാണെങ്കിലും നമ്മൾ കേൾക്കാൻ റെഡി കാരണം നമ്മൾ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യൂവേഴ്സിന്റെ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പക്ഷെ അത് ഞാൻ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നായിരുന്നു. പിന്നീട് അത് ആൾക്കാർ സ്പൂഫ് മൂവീസ് കണ്ടു തുടങ്ങി. നമ്മളിങ്ങനെ തന്നെ സമാധാനിക്കുന്നത് പ്രശ്നമൊന്നുമില്ല, അവർക്ക് മനസ്സിലാവുന്നിട്ടാണ്. ഒരു 10 കൊല്ലം കാലത്തിന് മുന്നേ സഞ്ചരിച്ച നമ്മുടെ റോസ്റ്റ് റീ റിലീസ് ചെയ്യും യൂട്യൂബില്. റീ റിലീസിംഗ് അതൊക്കെ വെറുതെ പറയാന്നുള്ളൂ. ഒരു സിനിമാ മോഹി ഉണ്ടോ? സിനിമ ഞാനോ? അല്ലല്ല, അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വിളിച്ചാ പോട്ടെ, അതിപ്പോ ആരാണ് അങ്ങനെയല്ലേ, ഞാനായിട്ട് കഷ്ടപ്പെടില്ല. അഭിനയ മോഹിയാണുള്ളത്. അഭിനയം അങ്ങനെ അത് പക്ഷെ അങ്ങനെ ആക്ടിങ് കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലല്ല, അത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പഠിച്ചിട്ടൊന്നുമില്ല, ഇയാള് പഠിച്ചിട്ട് അത് കുറെ കളിയാക്കിയിട്ടുണ്ടല്ലോ ആക്ടിങ് സ്കൂളിൽ പോയത്. ഈ ഇപ്പൊ ഞാൻ എന്ന വീഡിയോസിൽ എഡിറ്റിംഗ് ക്വാളിറ്റി ഷോക്കാണ് ആക്ച്വലി. ഇപ്പോഴും കുറച്ച് ഇമ്പ്രൂവ് ആയി. ഞാനൊക്കെ വീഡിയോസ് എഡിറ്റിംഗ് ക്വാളിറ്റിയും അത്യാവശ്യം ഷോക്കാണ്. പക്ഷെ കണ്ടന്റ് കുറച്ച് നല്ലതായിട്ടാണ് റീച്ചബിൾ കിട്ടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ വീഡിയോസിന് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റിംഗ് പഠിച്ചിട്ടൊന്നുമില്ല. ഒക്കെ തന്നെ യൂട്യൂബിൽ ഒക്കെ തന്നെ പഠിച്ചതാണ്. പക്ഷെ അതുകൊണ്ട് ക്വാളിറ്റി അങ്ങനെ നോക്കുന്നില്ല. ഇപ്പൊ ഞാൻ തലയൊക്കെ വെട്ടിച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റർ ആവാതെ ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അതെനിക്ക് അങ്ങനെ പ്രൊഫഷണൽ ആക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പണ്ടോട്ടെ. അത് പ്രൊഫഷണൽ ആക്കാം എനിക്കും പാഷൻ വിടാൻ ആഗ്രഹമില്ല. അല്ല, അതൊരു പ്രൊഫഷണൽ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ലല്ല, അങ്ങോട്ടല്ല, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ലൈംലൈറ്റ് വേണ്ടാത്തോണ്ടാണ്. ലൈംലൈറ്റ് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഫുൾ ടൈം ഇതിൽ തന്നെ. പിന്നെ എന്റെ ബേസിക്കലി പ്രശ്നം പറഞ്ഞാൽ ഞാൻ കുറച്ച് ഒരു കമ്പനി പ്രഷർ വരുന്ന താല്പര്യമില്ല, സ്വന്തമായിട്ട് പ്രഷർ. അതുകൊണ്ടല്ല, അതായത് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഭയങ്കര 2 മാസമൊക്കെ എടുത്ത് കണ്ടന്റ് ആലോചിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇതില് പ്രൊഫഷണലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു വീഡിയോ ഇടണ്ടേ ചിന്ത വരും അല്ലേ. അപ്പൊ റവന്യൂ അപ്പൊ അതും ആ ചിന്ത വരണ്ടെങ്കിൽ വേണ്ടി പാഷൻ ആക്കിയത്. അപ്പൊ ഇതാവുമ്പോ എനിക്ക് ഫ്രീഡത്തോടെ ഒരു കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ അത് ഭയങ്കര ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ഇറക്കണേ. ഞാൻ എന്റെ വീഡിയോ നോക്കിയാൽ കാണാൻ മനസ്സിലാവും 2 മാസം ഡിലേ ഒക്കെ ഉണ്ടാവും. കാരണം അത് 2 മാസം ഞാൻ എന്റെ വർക്കിൽ തന്നെ ആയിരിക്കും. ഫുൾ ടൈം അല്ലെങ്കിലും രാത്രിയൊക്കെ ഇരുന്നിട്ട് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഒരു സമയം 2 മാസം അല്ലെങ്കിൽ 1.5 മാസം. ഈ 2 മാസത്തെ ഗ്യാപ്പൊക്കെ വരുമ്പോ യൂട്യൂബ് ശരിക്കും പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ അതേ പറയാം, ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫോളോവേഴ്സിൽ വർക്കാവും. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്റെ വീഡിയോ കാത്തിരിക്കുന്ന കുറച്ചധികം ഉണ്ടാവും. അതായത് അതിൽ ബാക്ക് അങ്ങനത്തെ കമന്റ്സ് കുറച്ച് കാണാറുണ്ട്. അതായത് ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് കാണാം. അപ്പൊ അത് പക്ഷെ യൂട്യൂബിൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. നേരത്തെ റവന്യൂവിന് ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും ഇടേണ്ടി വരുന്ന അവസ്ഥ. അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ട് പണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് എപ്പോഴും ഒരു സാധനം ഇടുന്ന മുമ്പേ നമുക്ക് ചെറിയൊരു ശരിയായില്ല എന്ന് തോന്നൂല. നല്ല കണ്ടന്റ് അതിന്റെ റീസൺ എനിക്കൊരു ആൻസർ പറയാനുണ്ട്. ഞാൻ ഒരാളുടെ പോലെ എന്റെ കണ്ടന്റ് ഷെയർ ചെയ്തിട്ടുള്ള ഇടണക്കാലം മുന്നേ ഷെയർ ചെയ്യില്ല. ഫ്രണ്ട്സ് തന്നെ ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേ ഇവൻ വീഡിയോ ഒന്ന് ഇറക്കിയോന്ന് അറിയണേ. ഞാൻ കുറച്ച് ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല ഫ്രണ്ട്സിനൊപ്പം. എന്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഞാൻ ഇതിനെ കുറിച്ച് ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല വീഡിയോ ഇറക്കണ കാര്യം. പക്ഷെ ഇറങ്ങി ഇവരൊന്ന് വീഡിയോ ഇട്ടെന്ന് അറിയണേ. കാരണം ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഒപ്പീനിയൻ ഒരു ഐഡിയ ഇപ്പൊ ഡെവലപ്പ് ചെയ്യാന്ന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എല്ലാം അത് ഒരു സ്പാർക്ക് അടിക്കും, അതിനകത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന. പിന്നെ ലാസ്റ്റ് വീഡിയോ പ്രേമലു കണ്ടോ അറിയില്ല, അത് നല്ലോണം റീച്ച് ഉണ്ട്. അതൊക്കെ പ്രേമലൂല് മറ്റേ ഇത് 6-ാം തമ്പുരാന്റെ വീഡിയോ ചെയ്തത്. അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവില്ല. അത് ലാസ്റ്റ് വീഡിയോ അത് ഞാൻ 2 മാസം ഡിലേ എടുത്ത് ചെയ്താ. അതെനിക്ക് ഐഡിയ കിട്ടിയിട്ട് 2 മാസമായി. അതെങ്ങനെയാണ് ഐഡിയ കിട്ടിയത്? അത് റാൻഡം ആയിട്ട് വരും. പ്രേമലു കണ്ടപ്പോഴാണോ തോന്നിയത്? അല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ 2 മാസം മുമ്പാന്ന് പറഞ്ഞോ പ്രേമലു ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റൻ ഇത് തന്നെയാണ്, എങ്ങനെയാണ് ഐഡിയ. എനിക്ക് ഏറ്റവും വരുന്ന കമന്റ്സും ഏറ്റവും വരുന്ന മെസ്സേജസും DMs വരുന്നത് എങ്ങനെയാണ് ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് റാൻഡം ആയിട്ട് വരുന്നതാണ്. കാണുമ്പോൾ ഏതെങ്കിലും ഒരു 2 സീൻസ്, ഇപ്പൊ ഒരു മൂവി സീൻ ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഏതെങ്കിലും ഒരു കോമഡി സീൻ അല്ലെങ്കിൽ ഒരു സെന്റി സീൻ ഉണ്ടാവും. അപ്പൊ നമ്മള് സെന്റിയില് കോമഡിയിൽ സെന്റ് കയറ്റുമ്പോഴും സെന്റിയിൽ കോമഡി കയറ്റുമ്പോഴും 2 ചിരി വരും അല്ലേ. അതന്നെ ഡാർക്ക്. അതായത് ഇപ്പൊ കേട്ടത് സീരിയസ് ഒരു കോമഡി സീൻ. നമ്മുടെ ജീവിതത്തിന്റെ തീം കോമഡിയിൽ കോമഡിയിൽ സെന്റി വരുമ്പോ കൂളിച്ചിരിക്കും.
കാരണം ഓപ്പോസിറ്റ് ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് പല പറയണം, പക്ഷെ ഓപ്പോസിറ്റ് റിപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കോമഡി. പ്രേമലി വർക്ക് ആയത് അതുകൊണ്ടാണ്. അതെ, ഡാർക്ക് ഹ്യൂമർ വർക്ക് ആയത്. അത് പാരലായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടില് മരണവും രണ്ടും മിക്സ് ചെയ്തിട്ട്. സിനിമ ആക്ട് ചെയ്യാൻ താല്പര്യം, എഴുതാൻ താല്പര്യമുണ്ട് സിനിമ? ഇല്ല, അതൊക്കെ കഷ്ടപ്പാടാണ്. ഇങ്ങനെ ആലോചിച്ച് കണ്ടന്റ് എഴുതി ഉണ്ടാക്കണം അങ്ങനെ? അല്ല, അതൊക്കെ ഞാൻ നോട്ട് പാഡിൽ എഴുതിയിട്ടില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെ അയക്കാം. അത് വെക്കും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ 2 മാസം ഡെവലപ്പ് എടുക്കുമെന്ന്. എനിക്ക് കിട്ടുന്ന ഐഡിയാസ് ഒക്കെ ഞാൻ നോട്ട് പാഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നും എടുത്തിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ 8 കൊല്ലം കൊണ്ട് സിനിമ എഴുതണം അങ്ങനെ താല്പര്യം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എങ്ങനെ തന്നെ വരുന്ന ഗോയിങ് വിത്ത് ദ ഫ്ലോ. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. അനീസിക്കയുടെ ഒരു 3 സ്ക്രിപ്റ്റ് അത് മോഡിഫൈ ചെയ്യാനാണ് എന്നെ വിളിച്ചത്. അത് സിനിമയാക്കാൻ ആരെങ്കിലും കൊണ്ട് കട്ട് ചെയ്തൊക്കെ ചെയ്താൽ മതി. അനീസിക്കയുടെ മോഹടൊക്കെ കഴിച്ചു. സ്റ്റാൻഡപ്പ് കോമഡി ശ്രദ്ധിച്ചു തുടങ്ങി എന്നോട്ടാ. സ്റ്റാൻഡപ്പ് കോമഡി നമ്മളല്ല, അബ്രോഡ് ഉണ്ട്. കെന്നി സെബാസ്റ്റ്യന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഇഷ്ടമായിരുന്നു. കോമഡി ബേസിക്കലി ഇഷ്ടമായിരുന്നു. നമ്മളെ കണ്ടു. എന്ത് മലയാളത്തിൽ വരുന്ന ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളെ കണ്ട, അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മലയാളത്തിൽ വരില്ല. ഫസ്റ്റ് കണ്ടത് ജോൺ ജോൺ തന്നെ കേട്ടോ. ഫസ്റ്റ് കണ്ടത് സ്റ്റാൻഡപ്പ് കോമഡി ഫസ്റ്റ്. അതെ, ഏത് ടിവി കണ്ടത്? അല്ല, മലയാളത്തിൽ കണ്ടത് അല്ലാതെ. ശബരിക്ക് മുന്നേ ജോൺ ജോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഏതിൽ ടിവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, ശബരിക്ക് മുന്നേ ചെയ്തല്ലേ? യൂട്യൂബ് ചാനലും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫോളോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ശബരിയുടെ യൂട്യൂബിൽ ആദ്യം വന്നിട്ടില്ല. ആണോ? ചെറിയ ചെറിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ലേ? ഇല്ല, അത് കാണാൻ വഴിയില്ല. അത് ഞാൻ പറഞ്ഞു, അർജുൻ മെന്റലിസ്റ്റിന്റെ കമ്പനി ആയപ്പോഴാണ് ഞാൻ ശബരിനെ പരിചയപ്പെടുന്നില്ല. എനിക്ക് അതിന് മുന്നേ ജോൺ ചേട്ടന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ഉണ്ടായിരിക്കും. ശബരിയുടെ ഫുൾ ലെങ്ത് വീഡിയോസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ആർക്കും അറിയില്ല. ആദ്യത്തെ വൈറലിൽ ശരിക്കും പറഞ്ഞ ദീപകിനെയാണ്. ദീപകിന്റെ ഒരു ബിറ്റ് സോമൻ മാമെന്ന് ബിറ്റുണ്ട്, ഭയങ്കര അത് കോപ്പി അടിച്ചാന്ന് പറഞ്ഞ വേറെ കുറെ പേര്. ഇതിനകത്ത് തമാശ എന്താന്ന് വെച്ചാൽ ആൾക്കാർ ഇത് ഷെയർ ചെയ്ത് ആൾക്കാരോടൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ലോക്ക്ഡൌൺ സമയത്ത് ഒരു വൈറൽ 2 ബിറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അത് കണ്ടിട്ട് ഇവനെ വിളിച്ച ബമ്പർച്ചിരിയിലേക്ക് പോകാൻ, പക്ഷെ ഇവൻ പോയില്ല. ഇവനെ വിളിച്ചു, അവൻ പോയി. ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ഒരു പരിപാടി അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, സ്കിറ്റും ഇൻഡിവിജ്വലും. എന്നെ വിളിച്ചിട്ട് അവര് ചോദിച്ചായിരുന്നു ജോണിന് സ്റ്റാൻഡപ്പ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാറിയോ എന്നാണ് ചോദിച്ചത്. ജോണിന് പിന്നെ മറ്റേ നിഴൽക്കൂത്ത് അറിയാവുന്ന അത് കാണിക്കാനാ പോയത്. ഞാൻ ഫോളോ ചെയ്ത് എനിക്കറിയില്ലായിരുന്നു. ആ ടി.വി. മനോരമ ഭയങ്കര റീച്ച് വന്നു. എന്റെ ഒരു 3 വീഡിയോ ഞാൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു യൂട്യൂബിൽ. 3 4 വീഡിയോ കണ്ട ഇട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ചാനൽ ഏകദേശം അപ്പുറത്ത് മേടിക്കും. അല്ല, മൊത്തം ഫസ്റ്റ് പട്ടിയുടെ സാധനം ഞാൻ എന്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിലിട്ട് അമ്മയ്ക്ക് പട്ടിനെ ഇഷ്ടം. അതിപ്പോ ഈ പറഞ്ഞ 10 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ബിറ്റായിരുന്നു. യൂട്യൂബിൽ TV കൊണ്ടിട്ടു, നാട്ടിൽ മൊത്തം പറഞ്ഞു. അങ്ങനെ പറയാനൊക്കെ പറഞ്ഞ പുള്ളി സ്ഥാനം പിടിച്ചു. 10 വർഷം മുമ്പ് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇല്ല, അതുകൊണ്ടാണ് പുള്ളിക്ക് എവിടെ പറയണമെന്ന് അറിയത്തില്ല. കാരണം പുള്ളിക്ക് ഇങ്ങനെ ഈ ലോകവിവരം ഇല്ല. ജീവിതാനുഭവങ്ങൾ കുറെ ഉണ്ട്. ഏത് ഫോർമാറ്റിലേക്ക് പറയണത് വീട്ടിൽ പറഞ്ഞ മടുത്തപ്പോ ദിവസം ഞാൻ ശബരിനെ പരിചയപ്പെട്ടതിന് ശേഷം ശബരി ഞാൻ വരുമ്പോ ശബരി 3 കൊല്ലം ഇവിടെ ശബരി ദീപകൊക്കെ ഇവിടെ ഇംഗ്ലീഷ് ഡൂയിങ് ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരുമിച്ച് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഇംഗ്ലീഷ് മലയാളം കൂടിയിട്ടൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പൊതുവെ സ്റ്റാൻഡപ്സിൽ കുറെ ഇംഗ്ലീഷ് വരില്ല. ഇവരുടെ നമ്മുടെ പറഞ്ഞ ഹലോ ഹായ് തന്നെ കഷ്ടിച്ചാ പറയുന്നത്. ഇംഗ്ലീഷിലായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. ഇവരെല്ലാം ഇംഗ്ലീഷും പിന്നെ കുറച്ച് മലയാളമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തതാണ് ശബരിയും ദീപവും ഒക്കെ മലയാളം കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ പണ്ടേ മലയാളം, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഞാൻ ഇത് കൂടിയ മലയാളം. ഞാൻ ശരിക്കും ഞാൻ റൈറ്റ് ചെയ്തിട്ടാണ് സ്റ്റാൻഡപ്പ് ചെയ്യുന്നത്. ഇവരെനിക്ക് ജോൺ ഒന്നും അങ്ങനെ കുറച്ച് ചിന്തിച്ചൊക്കെ ഞാനും അതിനൊക്കെ എഴുതാറുണ്ട്. ജോൺ പറയുന്ന പറച്ചില്ല അങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്തത്. എനിക്കത് കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അത് അച്ചടി ഭാഷ ഫീൽ ചെയ്യുന്നത് ഞാൻ പഠിച്ചിട്ടാണ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ എന്റെ റെഗുലർ ഫ്ലോ ഇങ്ങനെ സംസാരിക്കുന്നതല്ല സ്റ്റാൻഡപ്പിന്. അതല്ല, നമ്മളൊക്കെ ഒരു സെറ്റ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോ ഒരു ജോക്ക് പിന്നെ പറഞ്ഞു നോക്കുവാണെങ്കിൽ പറയുമ്പോ വാക്ക് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ചിലപ്പം അത് കുറച്ചുകൂടെ നന്നാവും. ചിലപ്പം അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ആണ്. പുള്ളിക്കാരനെ പറ്റ കണ്ണടക്കുന്നുണ്ട്, മറ്റൊന്ന് പറഞ്ഞു നോക്കി നാളെ ഷൂട്ട് അതങ്ങനെ ഒരു പ്രാവശ്യം എഴുതി, രണ്ടാമത്തെ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ സെറ്റ് ഭയങ്കര 3 4 പ്രാവശ്യം എഴുതും. ഞാൻ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ മനസ്സിൽ ഭയങ്കര കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇന്നിപ്പോ വൈകിട്ട് ഷോ ഉണ്ട്, അതിൽ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തൊക്കെ പറയണം, നമ്മൾ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യും. പുള്ളിക്കാണെങ്കിൽ കറക്റ്റ്
പ്ലേ പ്രസ് ചെയ്ത ഓണം സ്റ്റാൻഡപ്പിലെ വിനീതനാസനല്ലേ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ആള് ബുക്ക് എഴുതിയിട്ടുണ്ട്, ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അത് ഇംഗ്ലീഷിലാ, അതാരെ തർജ്ജമ ചെയ്തായിരിക്കും. ഏയ് അത് വായിക്കാൻ പോലും കൊള്ളൂല. അതെന്താണ് അങ്ങനെ കൊള്ളൂല അതില്ല എനിക്ക് വളരെ മോശം. ഇംഗ്ലീഷ് കൊള്ളൂലെന്നാണ് ഉദ്ദേശിച്ചത്. വേണ്ട, ഞാൻ അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേര്. വേണ്ട ഇനി പറയണ്ടെന്ന്. അതിന്റെ പേര് തന്നെ ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഹോപ്പ് യു ആർ ദ ലാസ്റ്റ് എന്നാണ് എന്റെ നോവലിന്റെ പേര്. ഇന്ത്യയിൽ കിട്ടും. റിലീസായോ? പിന്നെ ആമസോണിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തന്നെ വായിക്കും. വായിക്കാൻ കിട്ടില്ല. അല്ല ഈച്ചനടിക്കാനാ. എന്നടിയാ? ഈച്ചനടിക്കാൻ. കേട്ടല്ല കരമുണ്ട്. You are not my first hope, you are the last എന്ന് പറഞ്ഞിട്ട് ഈച്ച കിട്ടുന്നത്. ആ ഈച്ച ചത്തോന്ന് ഉറപ്പ് വരുത്തണം. പക്ഷെ അതുകൊണ്ട് അടി കിട്ടി ഈച്ച പുറത്തിറങ്ങിയ പ്രശ്നമായിരിക്കും. കട്ടിയാണ്. ഇവിടെ വാങ്ങിക്കാൻ കിട്ടത്തില്ല. ആ ഈച്ചയുടെ അമേരിക്കയിലും ഫ്രാൻസിലും ലണ്ടനിലും മാത്രമേ അത് വാങ്ങിക്കാൻ കിട്ടും. തമാശല്ല കാര്യമായിട്ട്. അനീതിക ചെറിയ ചാറ്റ് GPT വൈബാണ്. നമ്മൾ എന്ത് ടോപ്പിക് കൊടുത്താലും എഴുതിയിട്ട് അതവൻ ഒരു പേജ് കണക്കിന് എഴുതും. അനീസും കൂടെ ഒരു വെബ് സീരീസ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ അനീസ് ഒരു 45-50 എപ്പിസോഡ് എഴുതിയിട്ടുണ്ട്. വെബ് സീരീസ് പുറത്തിറങ്ങിയിട്ടില്ല. ഇല്ലില്ല, ആദ്യം ജോൺ ചേട്ടനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ ജോൺ ചേട്ടൻ എഴുതാൻ മടിയാണ്, വിളിച്ച ഡയറക്ടർക്കും എഴുതാൻ മടിയാണ്. അതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ എഴുതുന്ന ഒരാളെ വേണം. അങ്ങനെ നോക്കിയപ്പോ ഇവര് ത്രെഡ് പറഞ്ഞു കൊടുക്കും, ഇതുകൊണ്ട് അനീസക്ക് പോയി എഴുതും. അവസാനം നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ചെറിയൊരു സാധനം മതി, ഇയാള് കടല് പോലെ എടുക്കണം. ലാസ്റ്റ് ഇത് കട്ട് ചെയ്യാൻ എന്നെ എടുത്ത് ഇയാളെ വെട്ടിട്ട് കീറിട്ട് തരണോ, ഡസ്റ്റ്ബിന്നിലേക്ക് എറിയണോ? പ്രൊജക്ട് ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ട് പ്രൊജക്ട് നടന്നില്ല. സ്കെച്ചസ് ആയിരുന്നോ? വെബ് സീരീസ് ആയിരുന്നോ? അപ്പൊ ഞാനും സാറും കൂടി എഴുതിയൊരു 3-4 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയിട്ടില്ല. അത് പുറത്തിറങ്ങിയില്ല. ജോൺ 4-5 വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം ഇറങ്ങിയിട്ടില്ല. അതിനെ കുറിച്ച് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ? അഭിനയിച്ചതിനെ കുറിച്ചാണ്. ആക്ടിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ടിംഗ് സ്കൂളല്ല, എന്റെ അഭിനയ ചാർലിയിലുണ്ട്, ട്രാൻസിലുണ്ട് ജോൺ ജോ. ട്രാൻസിൽ എവിടെയുണ്ട് കണ്ടുണ്ടല്ലോ. ഒരു പാട്ടിൽ കാണാനൊന്നും പറ്റില്ല. എങ്ങനെ നേരത്തെ പറഞ്ഞ അഭിനയിക്കാൻ അറിയത്തില്ല, നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ. ഒരു പാട്ട് കൊയറുണ്ടല്ലോ, അതിന്റെ കൊയറുണ്ടല്ലോ പാട്ട് പാടുന്ന കൊയറിന്റെ കൂട്ടത്തിലൊരു ചിഹ്നമണിക്കാനുണ്ട്. യേശുവിന്റെ തോട്ടമല്ലേ. ഇപ്പോഴും പഠിച്ചിട്ട് അത് ശരിയായിട്ടില്ല. അല്ലേ മോഡൽ ദീപ തോമസ് പാക്കോയുടെ ഗ്രൂപ്പിൽ ദീപ തോമസ് ഉണ്ടായിരുന്നു. അപ്പൊ നീ എന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങള് 4 ആൺപിള്ളേര് കൊടുക്കുന്നു, അപ്പുറത്ത് 4 പെൺപിള്ളേര് നിൽക്കണം. ആ പെൺപിള്ളേര് ദീപ തോമസ് ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അല്ല, ജോൺ ജോ പടം അഭിനയിച്ചു പറഞ്ഞത് പുള്ളിയുടെ പേര് ദീപ തോമസ് ആണ്. കാരണം ഇപ്പുറത്തെ 4 പേര് രണ്ടാധിക്കണം ജോൺ ജോ, അപ്പുറത്തെ 4 പേര് രണ്ടാധിക്കണം പുള്ളിക്കാര്. ഇങ്ങനെ എന്റെ കൂടെ അഭിനയിച്ച് രക്ഷപ്പെട്ട ഒരു കുറെ പേരുണ്ട്. ദീപ മ്യൂച്വൽ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ കണ്ടതാണ് ആ സമയത്ത്. ഇല്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചാർലിയിൽ ജോൺ ജോ കണ്ടിട്ടുണ്ടോ? അതായത് സിനിമ തുടങ്ങുന്ന ആദ്യം കാണിക്കുന്ന അകലെ എന്ന പാട്ടിൽ അകലെ ആ ബോട്ടിന്റെ മുകളിൽ അകലെ ഉണ്ടല്ലേ? അതെനിക്ക് എന്റെ പാട്ടാണ്. അത് നായകനെ പറ്റിയോ സിനിമേനെ പറ്റിയല്ല, എന്റെ അവസ്ഥേനെ പറ്റിയിട്ടുള്ള പാട്ടാ. ഞാൻ ആ ബോട്ടിലിരിക്കുന്ന ഇങ്ങനെ അകലേന്ന് ഡ്രോണിലൊരു ഷോട്ട് ഉണ്ട്, ഡ്രോണിലിരുന്ന് ഞാൻ ഗിറ്റാർ വായിക്കുന്നുണ്ട്. ആ ചാർലിയുടെ തുടക്കത്തിലൊരു സീനിൽ ഇങ്ങനെ ഒരു ബോട്ട് പോകുന്ന സൂപ്പർ പാട്ടാണ്. ഒന്നും കാണത്തില്ല, പുറകെ കാണത്തില്ല. അല്ല അന്ന് ഇന്നും കണ്ടാലും അറിയത്തില്ല, അന്ന് പുറകെ കാണിക്കത്തില്ല, മുഖം കാണിക്കത്തില്ല. ക്യാമറ ഫ്രണ്ടിൽ വെച്ചപ്പോഴും സൂര്യൻ പിന്നിലുണ്ടായിരുന്നു. അത് കാരണം ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ദൈവിക ചൈതന്യം മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. മാർട്ടിൻ പ്രക്കാട്ട് ഇടയ്ക്ക് അത് മെൻഷൻ ചെയ്യാറുണ്ട്. ആളവസാനം എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ച് പിന്നെ പ്രേമി കൊണ്ടുവരാൻ ഈ ബോട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒന്ന് എന്തെങ്കിലും സ്റ്റെപ്പ് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സ്റ്റെപ്പ് അല്ല, ഗിറ്റാർ പിടിച്ചിട്ട് ഒന്ന് തുള്ളാൻ പറഞ്ഞതാ. ഞാൻ തുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ ഈ സൈഡിലത്തെ ഇതില്ല, അതിപ്പോ തട്ടിട്ട് ഇങ്ങനെ കേറിപ്പോരും നീ. ആ വെള്ളത്തിൽ വീണ ഒരാളെന്നെ വെള്ളത്തിൽ പോയി എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. ആ വെള്ളത്തിൽ വീണ ഞാൻ പോലും എന്റെ അപ്പം വീണ എടുക്കില്ല. ഗിറ്റാർ അല്ലാതെ ആ വെള്ളം മറ്റേ ഫോർട്ട് കൊച്ചി ഭാഗത്ത് മറ്റേ ഇത് കണ്ടോ, ബീച്ചല്ല, കനാല് കണ്ടോ, ഭയങ്കര കറുത്ത കളറിൽ വെള്ളം, അതിലാണ് ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ തിരിച്ച് അതില് വേറെ നമ്മൾ എങ്ങോട്ടൊക്കെയാ പോയല്ലേ. അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ തുടക്കത്തില് രണ്ടുപേരും ഇതിൽ ഉണ്ടാവുന്നത്. ബാക്കി നമ്മൾ ചറവറ അറിയാം. അങ്ങനെയാ വേണ്ടത്, നമുക്കിതാ വേണ്ടത്. ഈ പ്രാവശ്യം എല്ലാവരുടെയും സ്പീഡ് കൂടിയുണ്ട്. നമ്മൾ ഇവന്റെ സ്പീഡ് പിടിക്കാൻ നോക്കിയിട്ട് സത്യം പോയിന്റ് ബാക്ക് സ്പീഡിൽ കണ്ടാൽ മതി പറഞ്ഞാൽ നമ്മൾ ആൾക്കാരുമായിട്ട് മാച്ച് ആയി പോകുന്നവരാണ്. ഓ അങ്ങനെ ഇൻഫ്ലുവൻസർ അത് കാരണം ഈ പോഡ്കാസ്റ്റ് പണിയെടുത്തൊരു ഫീല് ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് പകുതിക്കൊന്ന് ഭയങ്കരമായിട്ട് എനർജി കയറിയിട്ടേ ആദ്യം എനിക്ക് പിടിക്കാൻ പറ്റില്ലായിരുന്നു. തലയൊക്കെ പെരുക്കണം. ആദ്യം പിന്നാണ്ട് തീർച്ചാലോ. ഇല്ല, ആദ്യം പറ്റണില്ല. ആള് മെസ്സിയാണ്. ആദ്യം ഇറങ്ങിയിട്ട് ഗ്രൗണ്ട് നോക്കും, 10 മിനിറ്റ് കളിയൊക്കെ എന്നിട്ട് ഇതില് എവിടെ നിന്നാണ് നമ്മൾ സ്കോർ ചെയ്യണ്ടെന്നുള്ളത്. മെസ്സി അങ്ങനെ 10 മിനിറ്റ് കളി നോക്കിയിട്ടല്ലേ കളിക്കുള്ളൂ. അതാണ് മെസ്സിയാണ് നാട്. ഇപ്പൊ പോഡ്കാസ്റ്റിലെ മെസ്സിയാണ് അങ്ങനൊക്കെ വെറുതെ ഒരു സാധനം കൊടുക്കണ്ട. പോഡ്കാസ്റ്റ് മെസ്സി. ഇന്നലെ കമന്റ് ഉണ്ടായിരുന്നു, മഹാദേവൻ ആദ്യം ഇത്തിരി മോശമാണെങ്കിലും പിന്നെ കയറി ഇപ്പൊ പോഡ്കാസ്റ്റിലെ മെയിൻ മഹാദേവനാണെന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഉറങ്ങുമ്പോ രാവിലെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെ നീ കമന്റ് ഉറങ്ങുമ്പോ രാവിലെ അല്ല, അത് ഉച്ചയ്ക്ക് നീ ഉറങ്ങും. ഇപ്പൊ ഉള്ള ട്രെൻഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിലിന്റെ അടുത്ത് ഇങ്ങനെ പിങ്കി ആയിരുന്ന അതിൽ ബ്രോ എന്തേലും നമുക്കൊരു ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ട്, ട്രോൾസിലുള്ള ട്രോളന്മാരുടെ ഗ്രൂപ്പ് ഉണ്ട്. വേദിക്കുണ്ട്, ആൽബിൻ ജോഷി ഉണ്ട്. അവിടെ ഒട്ടുമിക്ക എല്ലാരും തുടങ്ങിയ പണ്ടത്തെ ആൾക്കാർ എല്ലാരും ഉണ്ട്. അതിലുണ്ട്. ഞാൻ അതുണ്ട്. ഞങ്ങളെ ആ ഗ്രൂപ്പ് അത്യാവശ്യം നല്ല ആക്റ്റീവ്. മകനെ മടങ്ങി വരുമെന്ന് മെസ്സേജ് ഇല്ല, ഞാൻ കണ്ടിരുന്ന അവർക്ക് അറിയാം. പക്ഷെ എന്റെ റൂട്ട് വേറെയാണെന്ന് അവർക്ക് അറിയാം ഓൾറെഡി. എന്റെ യൂഷ്വൽ അങ്ങനത്തെ റൂട്ട് ചിലപ്പോ ഒരു വളരെ നല്ലൊരു ഇന്റർവ്യൂ കണ്ടാൽ ചെയ്യാൻ തോന്നിയാലും ചെയ്യൂല. ഈ പോഡ്കാസ്റ്റിന്റെ എടുത്തിട്ട് ഇത് വെച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അർത്ഥം പോലും ശരി കിട്ടില്ല. അത് വേറെ കാര്യം. അത് വല്ലാത്ത മോശം അവസ്ഥയാണ്. അല്ല, അത് കണ്ടന്റ് മാറ്റോ. ഞാൻ ഒരു ഒറ്റൊരു 1 ഡേ കൊണ്ടുള്ള എടുത്ത തീരുമാനം അത് മറ്റേ കണ്ടന്റ് മാറ്റാൻ. എനിക്ക് പലപ്പോഴും നമ്മള് ഡെയിലി ഭയങ്കര റെഗുലർ ആയിട്ട് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് കണ്ടന്റ് ഭയങ്കര സെൽഫ് ഡൗട്ട് അല്ലേ? എനിക്ക് ആ ഡൗട്ട് ഇല്ല. പക്ഷെ നീ വല്ലാണ്ട് ചിന്തിക്കണ്ട. ഓൾറെഡി വീഡിയോക്ക് റീച്ച് ചെയ്തിട്ടുള്ള എനിക്കറിയാം ഓൾറെഡി. അല്ല, നിനക്ക് എന്തിനാ ചിന്തയുടെ ആവശ്യം? എനിക്ക് ഞാൻ 3-4 മാസം വർക്ക് ചെയ്തല്ലേ, അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നല്ലോ ക്വാളിറ്റി. പിന്നെന്താ പ്രശ്നം? പക്ഷെ ഇൻസ്റ്റാഗ്രാം എനിക്ക് എപ്പോ ഇട്ടാലും അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നുണ്ട്. കാരണം അത് അങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ടാക്കിയെടുത്ത് എനിക്ക് തോന്നുന്നു. ആ പേജ് ഞങ്ങൾക്ക് തരും. കാരണം അതില് എപ്പോ ഇട്ടാലും അതിൽ വന്നു അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കൂടുതൽ കാണുന്നത് കുറെ ആൾക്കാർ വരുന്നു. ഇത് അതില് ഓൺ വോയിസ് ഒക്കെ നോക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചോദിച്ചു വന്ന ചോദ്യം എന്ന് പറഞ്ഞ ഒരു ഡ്രീം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജീവിതമായിരുന്നു അത് ചെയ്തു പോയത്. ഞാൻ AI വെച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. AI വെച്ച് നെക്സ്റ്റ് AI വെച്ച് ട്രൈ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഏവച്ചാണ് ഞാൻ സമ്മതിക്കോ, ഞാൻ വിടുവോ? ആക്ച്വലി AI വെച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റേ ഇവരുടെയൊക്കെ റൊണാൾഡോ ശങ്കർ ചെയ്തിട്ടുള്ള റൊണാൾഡോന്റെ മോദിയുടെ സൗണ്ട് പാട്ട് പാടുന്നൊക്കെ ഇല്ലായിരുന്നു ഒരിടക്കെ. അത് ഞാൻ പാട്ടും ചെയ്തു ഫേസും ചെയ്തു ഒരുമിച്ച്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അതായത് മറ്റേ ഇസാൻ അബ്ദുള്ള പാട്ട് സീനിന് ഞാൻ റൊണാൾഡോ വേഴ്സസ് മോദിജി ആക്കി. അപ്പൊ മോദിജിയുടെ ഫേസും ഉണ്ട്, മോദിയുടെ സൗണ്ടും ഉണ്ട്, റൊണാൾഡോന്റെ ഫേസും ഉണ്ട്, റൊണാൾഡോ സൗണ്ടും ഉണ്ട്. അപ്പൊ അതിനെ AI യൂസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഇത് മറ്റേ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയത് ഇപ്പൊ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ പേജ് തന്നെ ഉണ്ട് AI സോങ്സ് മലയാളം. അതെ, ആ സോങ്സ് അതിന് അത് തന്നെ കോപ്പി അടിച്ചതായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ സൗണ്ടും ഞാൻ വീഡിയോ കൂടെ കയറ്റി. വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നിക്കാറില്ല. അവര് ഇപ്പൊ വീഡിയോ ചെയ്യുന്നുണ്ടോ? വുമൻസ് ഇടും. ഇത് അങ്ങനെയല്ല, ഇത് ഈസാൻ സബ്ദുള്ള തല മാറ്റിയിട്ട് മോദിയുടെ. നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വീഡിയോസ് അല്ലാതെ പ്രോംപ്റ്റ് കൊടുത്ത് തന്നെ വീഡിയോസ് ചെയ്യിക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ഐഡിയ അത് സംഭവം ബേസിക്കലി എക്സ്ക്ലൂസീവായി പ്രേക്ഷകർക്ക് 5000 പേര് എന്റെ വ്യൂസ് ഉണ്ടാവില്ല. 4000 പേര് ആ 4000 പേരിനകത്തുണ്ടാവും. കോൺഫിഡൻസ് ആണല്ലേ നമ്മുടെ ഇത് സബ്സെറ്റ് മറ്റേ കോമൺ സെറ്റ് വരില്ല ഇവിടെ. നമുക്കിത് എന്ത് പറ്റി? പുറത്തുള്ള ആരുമില്ല. സ്കാലി നമ്മുടെ ഇടക്കുള്ള 4000 പേര് കോമൺ. പിന്നത്തെ 1000 ആളെ ഇവിടെ കണ്ടുപിടിക്കണ്ടല്ലേ. A intersection B അല്ലേ? മുമ്പ് ഏതാ മദ്രാസ് അങ്ങനെ എത്ര മാനേജർ IIT ആണ്. ആ കൊല്ലം സ്ക്രാച്ച് അതിൽ ഇത് വെളിയിൽ നിന്ന് കാണുന്നുണ്ടോ? നിങ്ങൾ 1-2 ആഴ്ച കൂടെ നിന്ന് നമുക്ക് IIT ഉള്ള ബഹുമാനം പോകും. അഹമ്മദാബാദ്, ബാംഗ്ലൂർ. അത് IIM ആണ്. IIM ആണ് കേട്ടോ.
MBA എടുത്തിട്ടുണ്ടോ? ആ, അത് കഴിഞ്ഞ് പുള്ളി അതെവിടെ എടുത്തേ? IIM അഹമ്മദാബാദില്. അപ്പൊ അത് ABC-ലുള്ള ABC എനിക്ക് ആകെ ജീവിതത്തിൽ ഒരു കഴിവേ ഉള്ളൂ, എൻട്രൻസ് ക്ലിയർ ചെയ്യാവുന്ന. അത് വെച്ച് ഞാൻ പറ്റാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ബാങ്ക് ടെസ്റ്റിന് ക്ലിയർ ചെയ്യണം. പുള്ളിക്ക് അത് വേണ്ടായിരുന്നു. അത് വേണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി സിവിൽ സർവീസിന് പോയേനെ, അവിടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് ഒറ്റ കാര്യം കൊണ്ട് പുള്ളി പോവാതെ പുള്ളി അധികം പിന്നെ എന്താ പുറത്താണ്. പ്രശ്നം? പ്രാക്കാൻ പാടില്ല. പുള്ളിക്ക് ഇത് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ തൊള്ളറാണോ ഇതോ? തൊള്ളവർക്കണോ? ഇങ്ങനെ പറഞ്ഞാൽ പുറത്താക്കത്തില്ല. പക്ഷെ മാന്യത ഹലോ സാർ അല്ലേ അതാണ് വേണം. അതൊക്കെ പറ്റും. അത് അങ്ങനെ ഇത് ഒപ്പിച്ചത്. അതിലൊരു ടെക്നോളജി ഫ്രീക്കാണ്. അതായത് പുതിയൊരു ടെക്കിയാണ്. അതായത് പുതിയൊരു സാധനം ഇപ്പൊ AI തന്നെ കണ്ടപ്പോ എനിക്ക് ഇത് ഉപയോഗിക്കണം എന്നുള്ളത്. അതെന്താ തോന്നുന്നു നമുക്ക് അത് എങ്ങനെ മീഡിയ എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് എന്താ തോന്നില്ലേ? അങ്ങനെ ശരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞ AI ഐഡിയ ഉണ്ട്, ഡെവലപ്പ് ചെയ്ത് പറഞ്ഞില്ലേ 1-2 മാസം പുറത്ത് പറയണ്ട. ഐഡിയ പുറത്ത് പറയുന്നില്ല. ചിലപ്പോൾ അതൊക്കെ ഓൾറെഡി എന്താ മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെയിറ്റും ചെയ്യും. കാരണം അതിന് മുന്നേ വേറെ ആൾ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് പോകും. അപ്പൊ ഇത് ആരും വന്നില്ല. ഈ പ്രോസസ് ഇങ്ങനെ ആയതുകൊണ്ട് എന്തായാലും അതിന് ആരെങ്കിലും ചെയ്യുമല്ലോ. അതാ പറഞ്ഞ ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ഇത് ചെയ്യുന്നതുകൊണ്ട് ആ ഐഡിയ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നാൽ പിന്നെ ഞാൻ വഴിക്ക് പോയില്ല. അതായത് ഒരിക്കലും ആൾക്ക് തോന്നാത്ത ഐഡിയ ചെയ്യാൻ തോന്നാറുണ്ട്. അങ്ങനെ മാക്സിമം ട്രൈ നിർത്തിയതും അങ്ങനെയാണല്ലോ. എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് കണ്ടന്റ് എന്തായാലും ആരും ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡെവലപ്പ് ചെയ്ത് ഇടയ്ക്ക് ആരും ചെയ്തോണ്ട് അപ്പൊ നിർത്തും, ഐഡിയ ക്യാൻസൽ. അധികം ആൾക്കാർ ചെയ്യാത്ത പരിപാടിയാണ് സ്റ്റാൻഡപ്പ് കോമഡി. നല്ല അധികം ആൾക്കാർ ചെയ്യുന്നു. പക്ഷെ അതിൽ കൂടെ ആർക്കും അറിയൂല. അതാ പ്രശ്നം. പ്രേക്ഷകര് വേണം. പക്ഷെ ഇപ്പൊ ആക്ച്വലി എല്ലാവരും മീംസ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് വാട്സാപ്പ് തുടങ്ങിയ ഏറ്റവും അടിപൊളി ഫീച്ചറാണ് സ്റ്റിക്കേഴ്സ് തുടങ്ങിയത് അല്ലേ? നല്ല ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മളെല്ലാരും അടിപൊളി മീം ക്രിയേറ്റേഴ്സ് ആയത് സ്റ്റിക്കേഴ്സ് ആക്കിയതല്ലേ അല്ലേ? ഇപ്പൊ ഐഫോണിൽ നേരെ ഉണ്ടാക്കുമല്ലോ, ജസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്ഷൻ ആഡ് ചെയ്യാം. മായ നമ്മുടെ പോഡ്കാസ്റ്റിൽ അവളുടെ വാട്സ്ആപ്പ് ചാറ്റിൽ കംപ്ലീറ്റ് ഈ സ്റ്റിക്കർ സംസാരം മൊത്തം അതില്ല. അതെ, സ്റ്റിക്കേഴ്സ് നമുക്ക് ഫ്രണ്ട്സിനെ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് തോന്നും. ഗ്രൂപ്പിലാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതൊരു ആലമ്പ് ഫോട്ടോ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? അത് വെച്ച് നമ്മൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരു മീം ക്രിയേറ്റേഴ്സ് ആയിരിക്കും. വാട്സാപ്പ് തുടങ്ങിയ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് 10 ഉണ്ടാവും, ഫ്രണ്ട്സിന് 10 ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫ്രണ്ട്സായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് ഈ സ്റ്റിക്കേഴ്സ് വെച്ചായിരിക്കും. കാരണം ഇത് നമ്മുടെ അത്ര ക്ലോസ് ആണല്ലോ, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര. അത് വാട്സാപ്പ് തുടങ്ങിയ ഏറ്റവും വലിയ ഫീച്ചർ ആയിരിക്കും സ്റ്റിക്കേഴ്സ് പോകുന്നത്. നമുക്ക് നമ്മളെല്ലാരും അതിനുശേഷം ഒരു ചെറിയൊരു ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റിക്കർ ഏതായിരിക്കും? പോപ്പുലർ ഫ്രണ്ട്സ്. എന്റെ സ്റ്റിക്കേഴ്സ് എല്ലാവരും അങ്ങനെയല്ല, പോപ്പുലർ ഒരു കൾച്ചറിൽ ഇപ്പൊ സലീം കുമാറിന്റെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ. എനിക്കിപ്പോഴും ഇഷ്ടം ഫ്രണ്ട്സിന്റെ സ്റ്റിക്കേഴ്സ് ഷെയർ ഇപ്പൊ അങ്ങനെയാണ് ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും എന്തെങ്കിലും കാണും. അപ്പൊ അത് പക്ഷെ ചുമ്മാ ഇട്ടില്ല, അതിന്റെ കൂടെ ഒരു ക്യാപ്ഷൻ ഇടണം. എനിക്ക് എല്ലാരും ക്രിയേറ്റീവായി. അതെ, ഇതിന് സ്റ്റിക്കേഴ്സ് ആയിട്ട് എല്ലാരും ക്രിയേറ്റീവായില്ലേ? നമുക്ക് ജസ്റ്റ് ഒരു ഡയലോഗ് ഇട്ടാൽ മതി, പക്ഷെ അത് ആ ഇമോഷൻസ് ആ എക്സ്പ്രഷൻ വെച്ച് മാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം കയറി കത്തും. ആക്ച്വലി ഞാൻ തുടങ്ങിയ ഗ്രൂപ്പിട്ട സ്റ്റിക്കർ അത് വേൾഡ് കേരളം മൊത്തം ഓടി സ്റ്റിക്കർ ഉണ്ട്. അതായത് ഞങ്ങളുടെ വെറുതെ ഇത് പറഞ്ഞു വന്നത്. ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വാട്സ്ആപ്പ് സ്റ്റിക്കറുകൾ. ഞങ്ങൾക്കൊരു സ്പോർട്സ് കമ്പനിയിൽ സ്പോർട്സ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തൊരു ഔട്ട് ആവുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്. സ്റ്റംപിൽ അടിച്ചിട്ട് അയ്യോ എന്ന് കറങ്ങി വീഴുന്നത്. ആ സാധനം ഞാൻ വേറെ ഗ്രൂപ്പിൽ ഇട്ടത് അത് കുറെ ആൾ കഴിച്ചാൽ തിരിച്ച് എനിക്ക് വേറെ ഗ്രൂപ്പിൽ നിന്ന് വന്നത്. അത് കറങ്ങി ഓടി വന്നു. ഇതിന് റൈറ്റ്സ് പറയാനും പറ്റില്ല. നോട്ടിലൊക്കെ പേരെഴുതി വിടില്ല, കറങ്ങി തിരിഞ്ഞു വരും. അത് ഞാൻ മറ്റേ എന്റെ പേരുണ്ടായിരുന്നു ലോഗോ. അപ്പൊ റീലിലുള്ള കണ്ടു കിട്ടിയില്ല സ്റ്റിക്കേഴ്സ് അല്ലേ? നമ്മുടെ 4 സ്റ്റിക്കർ ലാസ്റ്റ് റീലിൽ ലാസ്റ്റ് നിങ്ങളുടെ 4 സ്റ്റിക്കർ ഇട്ടാ മതി. ആയിക്കോട്ടെ. അല്ല, ഇത് ഫേമസ് ആയിരുന്നു പറയുമ്പോൾ ആ സ്റ്റിക്കർ അടിയിൽ കാണിക്കാന്ന്. അല്ല, ഇത് നല്ല ടോപ്പിക്. റീൽ എനിക്ക് അത്യാവശ്യം ഷെയർ വരേണ്ട ടോപ്പിക് സ്റ്റിക്കേഴ്സ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആവും. ഇത് റീലാക്കി കഴിഞ്ഞാൽ അതില് സ്റ്റിക്കർ ഉണ്ടാക്കിയ ആ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളായാലും? ഞാൻ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, അത് സ്പോർട്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കർ കണ്ടിട്ടുണ്ട്. ഓലോ നമ്മുടെ കുറച്ച് സ്റ്റിക്കർ ഗ്രൂപ്പിലില്ല. ഞങ്ങളുടെ സ്പോർട്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഇട്ടു. പക്ഷെ അത് അവിടെ ഗ്രൂപ്പിൽ ഇട്ട് അവിടുന്ന് ആരോ എടുത്തിട്ട് വേറെ ഫ്രണ്ട് അതിലെഡിറ്റ് ചെയ്തു. അപ്പൊ കൊള്ളത്തില്ല, അവനെ തിരിച്ചയച്ചേക്കാൻ. ഇതൊന്ന് വേറെ റാൻഡം സ്പോർട്സ് ഗ്രൂപ്പ് വന്നത്. റീല് വിട്ടുമ്പോ നമ്മൾ ആ സ്റ്റിക്കർ ഇട്ടിട്ട് ആരെ കണ്ടെന്ന് നോക്കാം.
ചിലപ്പോ ആൾക്കാർ അറിയാൻ കാണാറില്ല അല്ലേ? ഇത് അല്ല ഇത് ഇട്ട് കഴിയുമ്പോ ചിലപ്പോ അതിന്റെ അവകാശം പറഞ്ഞ് വേറെ ആൾക്കാർ വരും. ഇപ്പൊ മറ്റേ ഇയാളല്ലേ അടിച്ചു കയറി ആള് റിയാസ് ഖാൻ പറഞ്ഞു ഇത് ആരാ തുടങ്ങി വെച്ചെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, എനിക്ക് ആളൊന്ന് മീറ്റ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് 2-3 അവകാശികൾ തന്നു. എന്റെ അറിവിൽ മറ്റേ ചേട്ടനല്ലേ ചേട്ടനല്ലേ അത് ഞാൻ അങ്ങനെ കണ്ടു തുടങ്ങി. അറിയില്ല വേറെ ഏതൊരു പയ്യനൊക്കെ ചേട്ടനല്ലേ ആദ്യം ശരിക്കും ഇട്ടത് അവരൊന്നായിരിക്കത്തില്ല, ആദ്യം ആരെങ്കിലും ഇട്ടതായിരിക്കും. പിന്നെ അത് അല്ല ഇപ്പൊ കുറെ ഓൾഡ് മൂവീസിലെ ക്ലിപ്പിംഗ്സ് ഹിറ്റ് ആവുന്നില്ലേ, അതുപോലെ ഹിറ്റ് ആയത് റിയാസ് ഖാൻ അങ്ങനെ കുറെ സമയം ഹിറ്റാവില്ല, ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് വരാം. ഇതിപ്പോ റീ റിലീസിങ് സമയമാണ്, എല്ലാം പഴയതെടുത്തിട്ട് ഹിറ്റ് ആവുന്ന. പിന്നെ റീൽസ് ഇപ്പൊ റിലേഷൻഷിപ്പ് പോലെ ഇപ്പൊ റിലേഷൻഷിപ്പ് അല്ലേ, നമ്മൾ എത്ര റിലേഷൻഷിപ്പില്ല നമ്മള് ജീവിതത്തിൽ സംസാരിക്കാത്ത ആൾക്കാർക്ക് ഒരു റീൽ അയച്ചു അതെ. പണ്ട് എന്നിട്ട് പോലും നിന്റെ റീൽ എനിക്ക് വന്നിട്ടില്ലല്ലോ. പണ്ട് ആദ്യം മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്തോണ്ടാ അല്ലേ, അത് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാണ്, സംസാരിക്കാത്ത ആൾക്കാർക്ക് അയച്ചില്ലല്ലോ. സ്റ്റോറിക്ക് റിപ്ലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ട്. ഇപ്പൊ നമ്മൾ റീൽസ് അയച്ചിട്ടാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ. ഇപ്പൊ നമുക്ക് പേഴ്സണാലിറ്റിയുടെ ആവശ്യമില്ല അല്ലേ? ഇപ്പൊ വേറെ ഒന്നുണ്ട്, വേറെ ഫ്രണ്ട്ഷിപ്പ് പോകാറുണ്ട്. എന്റെ റീൽ നീ കണ്ടില്ലല്ലോടാന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ആരോട് സംസാരിക്കുന്നത്, നമ്മൾ അങ്ങോട്ടും മിണ്ടുന്ന റീൽസിൽ മാത്രമായിരിക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് റിയാക്ഷൻ നീ എന്താ റിയാക്ഷൻ ഇട്ടെന്ന് ചോദിക്കും, അതിന് റിയാക്ഷൻ ഇടാത്തെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ റീൽസിൽ ഇപ്പൊ കാണുന്നില്ലല്ലേ നമ്മൾ വേറെ ഏതോ ലോകത്തിലായില്ലേ, ഇവര് വേറെ. അതാ പറഞ്ഞേ നമ്മുടെ ഒരു 4 സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മിസ്സായിട്ടുണ്ട്, നമ്മൾ അപ്ഡേറ്റഡ് ആയി. ഓക്കെ, എന്തായാലും ആ സമയത്ത് നമുക്ക് ചോദിക്കുന്ന ചോദ്യം, അതില് സിംഗിൾ ആണോ? ഈ സമയത്ത് ഇതൊക്കെ പരാതി പറയുന്നത് എവിടുന്ന? എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന പറയല്ലേ, ഞാൻ അയച്ച റീല് നീ കണ്ടോ നീ കണ്ടോ? സത്യം പറഞ്ഞ എന്റെ പ്രത്യേക കഴിവ് താനാണോ അതില് അതിന്റെ പേഴ്സണൽ റിലേഷൻ അത് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? ഇത് മറ്റേ സാധാരണ ഇന്റർവ്യൂ ചോദിക്കണ ഇഷ്ടം നമ്മൾ അതിനോട് നിർബന്ധിതരാണ്, കിട്ടണം. അതിന് ബദലായിട്ട് ഇവിടെ ഒന്നുമില്ലെങ്കിലും ഇത് കുറച്ച് പിടിക്കാന്നല്ലേ റിവ്യൂസ്. ഇത്തരം താമസിക്കുമ്പോഴേ അറിയാം കമ്മിറ്റഡ് ആണെന്ന് അല്ലേ? അല്ലേ കമ്മിറ്റഡ് അതെന്താന്ന് അറിയത്തില്ല, അതുകൊണ്ട് അയ്യോ എനിക്ക് റിലേഷൻഷിപ്പ് മീമുകളോട് മാത്രമാണ്. അത് ഭയങ്കര പരാജയമുള്ളത് അല്ലേ? വ്യക്തിബന്ധത്തിൽ അതിലൊരു പരാജയമാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ ഇതുവരെ മീമും ട്രോളും ഉണ്ടാക്കിയിട്ടുള്ള ശരിക്കും ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഒരു കമ്പനിയിൽ. അപ്പൊ പലപ്പോഴും നമ്മുടെ ബോസ് വല്ലതും ഒന്ന് ചൊറിയുമ്പോ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ അവരുടെ ഒരു മീം വല്ലതും ഓഫീസ് ഗ്രൂപ്പിൽ അങ്ങനെ ആക്ച്വലി എന്റെ ബോസ് തന്നെ കളിയാക്കിയിട്ടുണ്ട്. മറ്റേ ഇവരുടെ യൂട്യൂബിലെ ആൾക്കാരൊക്കെ മറ്റേ ഇൻകം ടാക്സ് പിടിച്ചില്ലായിരുന്നോ, ചെക്കിങ് വന്നില്ലായിരുന്നോ? അപ്പൊ എന്റെ അടുത്ത് അതൊരു നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് വ്യൂസ് അറിയാം. അപ്പൊ ബോസിനോട് പിന്നെ ഇവിടെ കിട്ടുന്ന ശമ്പളത്തിന് 2003 നോട്ടാ കഴിക്കാൻ പോലല്ലേ, കട്ട് ചെയ്തു 2003 നോട്ടല്ലേ? ഇവിടുത്തെ ചെലവാക്കാനുള്ള അവസരം കമ്പനി ഉണ്ടാക്കുന്നുള്ളതാണ്. ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യുമ്പോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നാറില്ല, ഇത് ഞാൻ തിരിച്ചു പോണു കട്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ചില നിന്റെ പോലെ അല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെയൊക്കെ ഒരു സ്ട്രെസ് ഫ്രീനെസ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അല്ലേ ജോലി ശരിക്കും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. അല്ല ചിലർക്ക് ഈ പറഞ്ഞ പോലെ പറ്റത്തില്ല, നമ്മുടെ പ്രശ്നം. ജോലി നമ്മള് ജോലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയല്ലേ? എനിക്ക് അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്. നമുക്ക് അവിടത്തെ ഒരു പ്രഷർ വരുമ്പോ അവിടെ വേറെ പോഡ്കാസ്റ്റ് ആയി, ഇവിടെ വേറെ പോഡ്കാസ്റ്റ് ആയി. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പുള്ളിയെ കൊണ്ട് വേറെ റൂമിൽ പൊക്കോ, നിങ്ങൾ ചോദിച്ചിട്ട് ഇല്ല. എന്നാലും ചില ദിവസം രാവിലെ ഒരു മൺഡേ രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോണമല്ലോ എന്ന് ഓർക്കുന്നുണ്ടല്ലേ മൺഡേ ഓഫീസിൽ പോകത്തത്. എന്റെ ഇതാ ഹൈബ്രിഡാ. എനിക്ക് എന്റെ പ്രോജക്റ്റ് പലപ്പോഴും തോന്നില്ല ഈ മീറ്റിംഗ് അല്ല, എന്റെ ആക്ച്വലി ഫ്ലെക്സിബിൾ ആണ്. ഞാൻ ഒറ്റയ്ക്കാണ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ അനീസിന്റെ ഇലക്ട്രിക്കൽ അപ്പൊ നമുക്ക് കൊളീഗ്സ് ഭയങ്കര എഫിഷ്യന്റ്. എന്തോ തമാശ ജോൺസല്ലേ പറഞ്ഞത്? ഇല്ല, ശ്രദ്ധിച്ചില്ല. അനീസിന്റെ ഹൈബ്രിഡ് അല്ല ഇലക്ട്രിക് ആണ്. നിങ്ങൾ ഹൈബ്രിഡാന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈബ്രിഡ് ഇലക്ട്രിക്. അവിടെ ജോലിക്ക് പോലും പോണില്ല. എല്ലാം ഓടുന്നു, പെട്രോൾ ഓടുന്നു, എല്ലാം ഓടും. ആ ഭാഗം എഡിറ്റ് ചെയ്തേക്ക്, കിടക്കട്ടെ. നല്ലതല്ലേ? ആ തമാശ മനസ്സിലായ ഒരു കമന്റ് ചെയ്യട്ടെ. അത് അപ്പുറത്ത് ചീഞ്ഞൊന്നുമല്ലേ.
ചേച്ചി പറഞ്ഞ ഒരു കോമഡി അപ്പുറത്തെ ചെയ്യുന്നത് ചേച്ചിയെ കളിയാക്കി റിമിട്ടോമിയാണ് ഒരു പയ്യൻ കൊച്ചു പയ്യൻ എന്തോ അടിച്ച് തിരിച്ചടിച്ചു അപ്പൊ കൗണ്ടർ അടിച്ചപ്പോ ചേച്ചി പറഞ്ഞ അങ്ങനെ കഷ്ടപ്പെട്ടാ മതി അത് അവിടെ പഠിപ്പിച്ച പോലെ ആ കൊച്ചുകൊണ്ട് വീണ്ടും അപ്പൊ നീയാണല്ലോ അത് വലുതായത് 5ാം ക്ലാസ്സിലായിപ്പോ കൊച്ചു അങ്ങനെ ആ റീൽ വീണിട്ടായല്ലോ രണ്ടാമത് വന്നപ്പോ അപ്പൊ നീ അന്ന് വന്ന് ഇത്ര വലുതായെന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു ആ റീൽ ഞാൻ കണ്ടിരുന്നു. നമുക്ക് വൈൻഡപ്പിലേക്ക് എത്തിക്കാം. മീംസ് കൾച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്താർന്ന് ഞങ്ങൾ ടോപ്പിക് അറിയായിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലേ ടോപ്പിക് എന്താ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിലാണ് ട്രോൾസ് ആയാലും അപ്പൊ നമ്മൾ ട്രോൾസ് തന്നെ എടുക്കണ്ട നമുക്ക് ഒരു മീം കൾച്ചർ കേരള എന്ന ടോപ്പിക് നമുക്ക് എടുക്കാം അപ്പൊ അതിന് കുറെ വാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാലോ അങ്ങനെ വന്നതാണ്. മീംസ് പറഞ്ഞത് 10 ബാക്കി 90% വേറെ നമ്മൾ വാസ്റ്റ് ആയിട്ട് പറയുന്നത് അവർക്ക് ഇഷ്ടം നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്സിനൊപ്പം ചുറ്റുകൊണ്ടിരുന്ന നമ്മളൊക്കെ ടോപ്പിക് തുടങ്ങാനായിരിക്കില്ല ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഫോളോവേഴ്സ് നമ്മളെ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് തന്നെ കാണുന്നത് അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. അത്ര ക്ലോസ് ആയിട്ട് തെറി പറയുന്നില്ലേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആരാധകരില്ല. I do have many friends but not close friends. പുള്ളി പറഞ്ഞത് ജോക്കറിന്റെ പുള്ളി പറഞ്ഞത് I just know a lot of people. I don't have friends but I just know a lot of people. ജോക്കറിന്റെ ആക്ട് ചെയ്ത ആളുടെ ഡയലോഗ് ഇന്റർവ്യൂ പറഞ്ഞ ഡയലോഗ് പുള്ളി ഇന്റർവ്യൂ പറഞ്ഞു അവിടെ വരെയൊക്കെ പോകണം റേഷൻ കട പുള്ളിക്ക് ഓസ്കാർ കിട്ടുന്ന സമയത്ത് പുള്ളി മരിച്ചു. സൂപ്പർ ഇലക്ട്രിക്കൽ കയറ്റി വിടാം. അപ്പൊ നിർത്താം ഇനി ഇവനും കൂടി ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ ഇടായിരുന്നു. അപ്പൊ അല്ല മീം കൾച്ചറിനെ പറ്റി ശരിക്കും അതിൽ പറയാനുണ്ടായിരുന്നു അതുകൊണ്ടെങ്കിൽ നമുക്ക് അതിൽ അതാ പറയാം. ഞാൻ പറഞ്ഞ കോവിഡിന് ശേഷം എനിക്ക് അടിപൊളിയായിട്ട് മീം കൾച്ചർ ഇമ്പ്രൂവ് ചെയ്തിരിക്കും കേരളത്തിൽ അല്ലേ. അതിന് മുന്നേ അത്രയും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മള് ഒരു മെയിൻ സ്ട്രീം സാധനം അതെ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ മൂവി ഡയലോഗ് പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് മനസ്സിലാവും. കാരണം മീം കൾച്ചർ അത്ര അടിപൊളി എന്താ ഫ്രണ്ട്സിനെ നമ്മളിപ്പോ ഒരു മൂവിയുടെ റെഫറൻസ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ക്യാച്ചപ്പ് ചെയ്താൽ കോമഡി പറയാൻ മനസ്സിലാവുള്ളൂ. ഒരു മൂവിയുടെ ഡയലോഗ്സ് പറഞ്ഞാൽ മറ്റൊരാൾക്കും കൂടെ മനസ്സിലാവണം. അല്ല ശരിക്കും പറഞ്ഞ ഇത് അങ്ങനെ ഒന്നായിരിക്കില്ല. നമ്മുടെ കോളേജ് സമയത്ത് ഇതില്ലെങ്കിലും നമ്മള് എപ്പോഴും സിനിമ ഡയലോഗുകൾ ഒരു എക്സ്റ്റൻഡ് പോർഷൻ ആയിട്ടാണ് മീം കൾച്ചർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പോ പണ്ടിപ്പോ നിങ്ങളുടെ കാലത്ത് അമ്മമാരുടെ കാലത്ത് ചിലപ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ആയിട്ട് പറയാം. അന്ന് ഫോണില്ല. ഫോണില്ലാത്ത അന്ന് മറ്റേ ലാൻഡ് ഫോണിൽ വിളിക്കണം. തമാശ അതെ ആ പടത്തിൽ നീ ഉച്ചക്ക് പറഞ്ഞില്ലേ ഇന്നസെന്റ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു. അതെ അതെ അതിലൊരു എക്സ്റ്റൻഷൻ ഗ്രൂപ്പിൽ നമ്മളൊരു മറ്റൊരാൾക്ക് മനസ്സിലായാൽ അതൊരു എഫക്ട് ഉണ്ടാവും അല്ലേ. ചുമ്മാ എനിക്ക് മാത്രം മൂവി റെഫറൻസ് ആണെങ്കിൽ കാര്യമുണ്ടോ അതെ. അപ്പൊ മീം കൾച്ചർ അത്ര ഇമ്പ്രൂവ് ആയപ്പോ ഞാൻ ഡയലോഗ് ഒരു മൂവി റെഫറൻസ് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അത് ശരി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ആ മീം കൾച്ചർ വന്നുകൊണ്ടാണല്ലേ എന്നാ ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. സോ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എല്ലാവരും ട്രോളന്മാരാകുമോ അവസാനം? ഞാൻ പറഞ്ഞ സ്റ്റിക്കേഴ്സ് തന്നെ ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് അല്ലേ. എല്ലാരും ക്രിയേറ്റീവ് എല്ലാരും ഇപ്പൊ മൂവി സീൻസിന് മാറിയപ്പോ സ്വന്തമായിട്ടുള്ള ഫേസ് അല്ലേ ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഓരോരുത്തരുടെ ഫോട്ടോ കയ്യിലുണ്ടാവും അല്ലെ. അത് വെച്ച് നമ്മളൊരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് തന്നെ ഇവിടെ ആഡ് ചെയ്താൽ നമ്മളൊരു ക്രിയേറ്റർ ആയില്ലേ അല്ലെ. ബേസിക്കലി നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ നമ്മൾ ക്രിയേറ്റർ ആയില്ലേ. അതപ്പൊ അതൊക്കെ മീം കൾച്ചറിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞത് പണ്ട് സ്പൂഫ്സ് ഒന്നും മനസ്സിലാവാത്ത ഇപ്പൊ എല്ലാവർക്കും സ്പൂഫ് എന്താണ്, സ്പൂഫ് മൂവീസ് എന്താണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അല്ലേ അല്ലേ. എനിക്കൊന്ന് സ്പൂഫ് ഒരു മൂവി മെയിൻ സ്ട്രീം മൂവിയിലൂടെ വന്നാൽ കുറച്ച് പക്ഷെ ഫുള്ളി സ്പൂഫ് മൂവി അല്ല. അതാ അതിന്റെ കുഴപ്പം. സ്പൂഫ് മൂവി എന്ന് പറയാൻ സ്പൂഫ് മൂവി പക്ഷെ ഒരു ഫുള്ളി അത് അണ്ടർറേറ്റഡ് മൂവി. കാരണം അന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അത് സ്പൂഫാണ് അല്ലേ. ഈ ഹോളിവുഡിലുള്ള പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എല്ലാ ഈച്ച് ആൻഡ് എവരി ഫ്രെയിമും സ്പൂഫായിട്ട് വരുന്നത് തമിഴ് പടം. അതാ ഞാനതാ കമ്പയർ ചെയ്യുന്നത്. സൗത്തിൽ വന്ന തമിഴ് പടം, തമിഴ് പടത്തിന്റെ സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ്ലി സ്പൂഫാണ്. തെലുങ്കിൽ മറ്റേ ഹാർട്ട് മാറ്റുന്ന ഹൃദയകാലയം, സിംഗം 1 2 3 പേര് തന്നെ സിംഗം 1 2 3 മൂവിയുടെ അത് പുള്ളിയുടെ പേര് അറിയണം.
അയ്യോ പുള്ളി പേരെന്നു മറന്നേ. പുള്ളി മറ്റേ പോലീസ് പ്രാക്ടീസിനൊക്കെ റെയിൽവേ ട്രാക്ക് കൈ വെച്ചിട്ട് ട്രെയിൻ കയറ്റിട്ട് അതൊക്കെ ജീവാൻ വേണ്ടിട്ട്. എല്ലാ മെയിൻ സ്ട്രീം പടങ്ങളെയും പുള്ളി പക്ഷെ അന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന പുള്ളി എന്താ പുള്ളി അലമ്പോടത്തിൽ സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ. പിന്നീടാണ് തെലുങ്ക് പടം ഇങ്ങനെയാണെന്ന്. പക്ഷെ അത് ആക്ച്വലി പുള്ളി തെലുങ്ക് പടത്തെ പക്ക സ്പൂഫ് ചെയ്ത മൂവീസ് ആണ് അതൊക്കെ. അത് ഇപ്പൊ ഈ മറ്റേ ഹോളിവുഡ് ജോണർ തന്നെയുണ്ട് അല്ലെ സ്പൂഫിന്. ഞാൻ അവിടെ പാരഡി മൂവീസ് സ്കേറി മൂവി ഉണ്ട്. എല്ലാ സൂപ്പർ ഹീറോ മൂവീസിനും ഒരു സ്പൂഫ് പോർഷൻ ഉണ്ട്. 300 ഒരു നല്ലൊരു അതൊക്കെ കുഞ്ഞിലെ തൊട്ട് സിക്സ് പാക്ക് വരുന്നത്, കൊച്ചിന് ഉണ്ടാവുന്ന സിക്സ് പാക്ക്, അതൊക്കെ ആ സമയത്ത്. ഇപ്പൊ അതൊക്കെ അന്ന് ചിലപ്പോ അതേമാതിരി കണ്ടു. നമുക്ക് ഈ പലർക്കും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ. അതിലൊരു സെൻസ് ഓഫ് ഹ്യൂമർ വെച്ചാണല്ലോ അതിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലുള്ള സെൻസ് ഓഫ് ഹ്യൂമർ അതിന് മാത്രം വർക്കായ സാധനങ്ങളുണ്ട്. അതായത് ചില മീമുകൾ എന്റെ വീഡിയോസ് വർക്കാവുന്നുണ്ട് ഇഷ്ടംമാതിരി. കാരണം എനിക്ക് അതിൽ തന്നെ തിരിച്ച് വീണ്ടും വീണ്ടും കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് ആരും കിട്ടാറില്ലല്ലോ. അല്ല അതൊരു പ്രശ്നമുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ ആൻസർ ഉണ്ട് എനിക്ക്. അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ ഒരു സീൻസ് നമ്മൾ ഒരു 10-300 കാണാൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്, റിപ്പീറ്റ്. അപ്പൊ എനിക്ക് മനസ്സിലാവണ്ടാവില്ലേ ഒരു പോയിന്റില്. അതായത് കണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ അത്യാവശ്യം നല്ലതായിട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെ ഇങ്ങനെ റിവൈൻഡ് അടിച്ച് കറക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ആ കോമഡി ഇത് വർക്ക് ആവുമോ? കാരണം എനിക്ക് ചിരി പോയി. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്റെ ചിരി പോയി. പക്ഷെ ആ സാധനം ചിലപ്പോ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത്. ദീപുവിന്റെ കുറെ സാധനങ്ങള് ദീപുവിനെ തമാശയാണ്, മറ്റുള്ളവർക്ക് തമാശയല്ല. ദീപു എത്ര കണ്ടാലും ദീപുവിന് പൊട്ടിച്ചിരിക്കും. അങ്ങനെയല്ല. ഡാർക്ക് ഹ്യൂമർ ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും റിലേറ്റബിളായി തോന്നൂല. കാരണം നമുക്ക് ഡാർക്ക് ഹ്യൂമറാ ഇത് സൂപ്പർ ഡാർക്ക് ആയിട്ട് ഇതിട്ടാൽ മതി. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാണോ ഈ ഒരു കോമഡി ആക്കുന്നതെന്ന്. കാരണം ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഇട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഡാർക്ക് ഹ്യൂമർ ചിലപ്പോൾ നമ്മൾക്ക് ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെ ഹ്യൂമർ ആയിട്ടുള്ള ആൾക്കാർ ഡാർക്ക് ഹ്യൂമർ ആയിട്ട് ആൾക്കാർ വിചാരിച്ചോളൂ വെച്ചാൽ നമ്മൾ പോസ്റ്റ് ഇടാൻ ഇപ്പോൾ വരുന്നത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഡാർക്ക് ഹ്യൂമർ പ്രശ്നമാണ്. ഡാർക്ക് ഹ്യൂമർ അതെ മറ്റേ ഹോട്ട് ടോപ്പിക്സ് പൊളിറ്റിക്സ് ചില ആൾക്കാർ അത് ഹ്യൂമർ ആയിട്ട് എടുക്കാറില്ല. ചില കാര്യം ഹ്യൂമർ എടുക്കാൻ പറ്റൂല. വിഷയത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ഹ്യൂമർ ചെയ്തുവിടാന്നുള്ള ഒരു റൂൾ ചിലരുടെ മനസ്സിൽ. അടുത്ത് കണ്ടതിൽ ഏറ്റവും ചിരിപ്പിച്ച മീം ഏതായിരിക്കും? അതായത് വീണ്ടും പൊട്ടി ചിരിപ്പിച്ച നിന്റെ ഒരു സെറ്റ്. പക്ഷെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. നിന്റെ അവസ്ഥ ഫേസ്ബുക്ക് തന്നെ യൂസ് ചെയ്ത് ഫേസ്ബുക്കിലാണ് മീംസ് ഒക്കെ ഉള്ളു വരുന്നത്. മറ്റേ അങ്ങനെ അങ്ങനെ ഒരു നല്ല കൺസ് വരാറില്ലേ, അങ്ങനെ ഓർത്തേക്കാൻ പറ്റുന്നു. അതില് സോഷ്യൽ മീഡിയ എത്ര നേരം ഉപയോഗിക്കും ദിവസത്തിൽ? അത്യാവശ്യം ഞാൻ ടെക്കിയല്ല. അപ്പൊ എന്തായാലും ഓൾറെഡി ഫുൾ ടൈം നെറ്റ് വേണം. പിന്നെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ പേജ് പോയി എന്തായിരിക്കും കാണുന്നത്? കണ്ടിട്ട് മാറി തുടങ്ങിയിട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു മണിക്കൂറായിട്ട് ടോപ്പിക് മാറൂലേ. സെക്കൻഡ് ഒരു മണിക്കൂറായില്ലേ കട്ട് ചെയ്തിട്ടുള്ളൂ. അല്ല എന്നാലും കൂടുതൽ കാണുന്ന കണ്ടന്റ് അങ്ങനത്തെ എന്ന് വെച്ചാൽ ആരുടെ ഇഷ്ടപ്പെട്ട ക്രിയേറ്റർ. വാട്ട്സ് ഇൻ യുവർ ഫോൺ എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. ലാസ്റ്റ് സെർച്ച് ചെയ്ത 3 അല്ലേ കാണിക്കൂല. നമുക്കെല്ലാവർക്കും നമ്മുടെ എക്സ്പ്ലോർ പേജ് ഞാൻ ബാഡ്മിന്റൺ കളിക്കുന്നു. ബാഡ്മിന്റണിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അവൻ ചോദിച്ചത് അതിൽ എന്ത് ടൈപ്പ് കണ്ടന്റ് കൂടുതൽ ഫോളോ ചെയ്യുന്ന എന്ത് ടൈപ്പ് കണ്ടന്റ്? ഇത് തന്നെ കോമഡി, പിന്നെ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ സ്പോർട്സ് ആണ് ഇഷ്ടം. അല്ല മലയാളം ക്രിയേറ്റേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാറുണ്ടല്ലോ. അപ്പൊ എനിക്ക് വരുന്ന കണ്ടായിട്ട് വരുന്നത് ബാഡ്മിന്റൺ, മൂവി ക്ലിപ്സ്, പിന്നെ ലവ് കോഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത്ര നോക്കും. അപ്പോഴത്തേക്ക് മേടി വരും നീ എന്റെ റീൽ എന്താ റിയാക്ട് ചെയ്യാതെ. അല്ല അതേ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞ നമ്മളിപ്പോ അത്ര എന്നാ പിന്നെ ഞാൻ ആ ലൈനില്ല പിടിക്കാം. അതിന് താല്പര്യം ബോയ് ഫ്രണ്ട്സിനാണോ? അങ്ങനെ ബമ്പിളുണ്ടോ? അപ്പൊ റിലേഷനിലായി.
അല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ പമ്പിള് കളയണ്ട ഡേറ്റ് കിട്ടാതെ കളഞ്ഞാ എനിക്ക് അതിനെ പറ്റി ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഡോക്ടറിനെ കാണിച്ചില്ലേ? അത് മെയിൻ സ്ട്രീം ആയല്ലോ, അപ്പൊ എടുത്ത് മാറ്റി. ആദ്യ പ്രൊഫൈൽ എനിക്ക് ബേസിക്കലി പരിചയമില്ലാത്ത ആളെ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അല്ല അതല്ല നമ്മള് പരിചയം. അപ്പൊ എന്തായാലും അതിൽ ഫ്രണ്ടിനെ തന്നെ ആയിരിക്കും പാർട്ട്ണർ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അറിയാവുന്ന ആളെ തന്നെ. അപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ. ആ ഫ്രണ്ടാണ് റിയാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്, റിയാക്ട് ചെയ്തത്. ആ ഫ്രണ്ട് ആരാണെന്ന് റിയാക്ട് ചെയ്യുന്ന ബോയ് ഫ്രണ്ട്സാ. അത് നമ്മൾ 10 ഇതായിക്കുമ്പോൾ ചെയ്തത് ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നീ എന്താ കാണാൻ പോകും, ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ കാണാറില്ലല്ലേ വരും. ഈ ടോൺ നമ്മൾ ശരിക്കും കാണുന്ന എവിടുന്ന മാധവാ? നമ്മളല്ല, അല്ല ഇങ്ങനത്തെ ടോൺ നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ മറ്റേ ഫോൺ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കമന്റ് ഇടാൻ സൂപ്പർ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ഇതില്ല. യൂട്യൂബിലൊക്കെ റിപ്ലൈ കൊടുക്കാൻ അതിനകത്തായിരിക്കും. അതിന്റെ പേര് വേറെ, ആ പ്രൊഫൈലിന്റെ പേര് വേറെ. അതിനിടയിൽ അതിലൊരു സ്റ്റിക്കർ ഇടും, മറ്റേ ക്രിക്കറ്റ് അടിച്ചിട്ട് വീഴുന്ന. ആ സ്റ്റിക്കർ ഞാനല്ല കമന്റ് നോക്കുമ്പോ ആ സ്റ്റിക്കർ നമ്മള് ചിരിക്കുന്നതിന്റെ പകുതി ആൾക്കാർ ചിരിച്ചെങ്കിലേ ശരിക്കും അല്ല നമ്മള് ബേസിക്കലി നമ്മള് ആൾക്കാരെ ചിരിപ്പിക്കാനല്ല ഇത് പറയുന്നത്, നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാ. ഞങ്ങളുടെ നമ്മള് എൻജോയ് ചെയ്യാന്നുള്ള നമ്മുടെ മെയിൻ ഉദ്ദേശം. അതെ, ഞാനിങ്ങനെ അതിലെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരു 5 സെറ്റ് പാരാഗ്രാഫ് ഡയലോഗ് പഠിച്ചു. അതിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, അതിന് ഞാൻ വന്നേക്കാം. എന്നെ അറിയായിരിക്കും, ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ എനിക്കറിയാം കുറെ ദിവസം കത്തിയതല്ലേ സോഷ്യൽ മീഡിയയിൽ. ഞാൻ അതിലേക്കല്ല വിളിക്കുന്നത്, അതെനിക്കറിയാം. അത് മറ്റേ കാര്യം എനിക്കറിയാം, വിറ്റ്കോയിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ വിറ്റ്രോസിലേക്കല്ല വിളിക്കുന്നത്, വിറ്റ്രോക്സ് വേറെയാണ്. ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ, അപ്പൊ എനിക്ക് അവിടെ അറിയാം. നിങ്ങള് ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് എല്ലാവരും. ആ ഇഷ്യൂനെ പറ്റി എന്താണ്? മഹാദേവൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ക്രിയേറ്റർ ആരാണെന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മലയാളി ക്രിയേറ്റർ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേറ്റർ. കരിക്കിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, പക്ഷെ അത് ഒറ്റയാളല്ല ചെയ്യുന്നത്. അപ്പൊ പറയാൻ പറ്റുമോ? മീംസ് ഉണ്ടാക്കുന്നവരില് അങ്ങനെ ആ കുറച്ചൊരു ബാക്കിലേക്ക് പോയി മീംസ് ഉണ്ടാക്കുന്നവരിൽ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്, ഉപയോഗിക്കാൻ വീഡിയോസ് കാണാറുണ്ട്. ട്രോൾ ഉണ്ടാക്കുന്നത് ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാം, പക്ഷെ ആർക്കും ചെയ്യാൻ പറ്റൊന്നുമില്ല. അങ്ങനല്ല, ട്രൈ ചെയ്യാം, പക്ഷെ അത് എത്ര മെനക്കെട്ട പണിയാണ്. അതില് എഡിറ്റിംഗ് സൈഡ് തന്നെ വരുന്നുണ്ടല്ലോ. പേഷ്യൻസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്സ് ഓർത്തിരിക്കണം അല്ലേ, ഇതിനൊരു ബാക്കപ്പ് റിപ്ലൈ ക്ലിപ്പ് ഓർത്തിരിക്കണ്ടേ, ഇതിനുള്ള ബാക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ ക്ലിപ്പ് വേണ്ടേ, അത് ഓർത്തിരിക്കാൻ കുറച്ച് അതൊക്കെ വേണം. അത് പറഞ്ഞു, അത് ആർക്കും പറ്റണ പരിപാടിയൊന്നല്ല, ആർക്കും പറ്റുന്ന പരിപാടിയല്ല. പക്ഷെ ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷെ കാരണം നമ്മളിപ്പോ നിങ്ങൾ ചെയ്യുന്നവർക്ക് തോന്നുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു മൂവി റെഫറൻസ് വെച്ചിടുന്നില്ലേ, അത് തന്നെയാണ് ചെയ്യുന്നത്. പറ്റുമൊക്കെ ചെയ്യും. എഡിറ്റിംഗ് ആപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ അല്ലേ, ആർക്കും ചെയ്യാം. അതേ ബോധനാണ് എനിക്ക് തോന്നുന്നത്, ആർക്കും എഡിറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പോ 2 ക്ലിപ്സ് കട്ട് ചെയ്ത് കേട്ടന അല്ല, അത് ആർക്കും എഡിറ്റ് ചെയ്യാൻ. അവിടെ നിന്നുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു സംഭവം യൂസ് ചെയ്ത് അതിന്റെ ഈസിയർ വെർഷനിലേക്ക് വന്നിട്ടുള്ളതാ. ഞാൻ എന്റെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് കൈവയ്ക്കാണ്ട് ഇപ്പൊ നിങ്ങൾ ഈസിയാന്ന് പറഞ്ഞ സാധനത്തിൽ കൊണ്ടുവന്നാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ എല്ലാരും അതിലേക്ക് വരണ്ട, അതുകൊണ്ട് ജോണാ ഇല്ല, ഞാൻ വരില്ല. ഭയങ്കര പുള്ളിയുടെ ഭാര്യ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ എന്റെ ഭാര്യനെ വെറുതെ പറയാൻ പറഞ്ഞു. ഞങ്ങൾ ജോക്ക് വർക്കായില്ലേ നിങ്ങൾക്ക് പേഷ്യൻസ് ജോണിന്റെ വൈഫിനുണ്ട് ഓർമ്മയുണ്ട്. ഇപ്പൊ സ്റ്റാൻഡപ്പിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൺ ടോക്ക്. ആൾക്കാര് എനിക്ക് വില തരാനില്ല എന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ പറയാം എന്റെ ഭാര്യ ഡോക്ടറാണ്.
നമുക്ക് ആ ഫൺ ഇതിൽ തന്നെ എൻഡ് നിങ്ങൾ ചെയ്തേക്കാം. എങ്ങനെ ലവ് മാരേജ് ആയിരുന്നു? അത് പറയണ്ടല്ലോ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ഈ എപ്പിസോഡ് അവസാനിച്ചിരിക്കണം. ആ എപ്പിസോഡിലേക്ക് പോകും. അതെ, പ്രണയ വിവാഹമായിരുന്നു. അതിനും കൂടി മറുപടി അത് പറയില്ല. പറഞ്ഞില്ലേ എല്ലാം അല്ല, അങ്ങനെ ഓപ്പണായി പറയാൻ ആർക്കും മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല. ആ എന്നെ പുഷിയാണ്. ഓക്കെ, നല്ലൊരു എപ്പിസോഡല്ലേ, അടിപൊളിയാണ്. നമ്മൾ എന്തിനൊക്കെയോ കുറിച്ച് സംസാരിച്ചു. പക്ഷെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ ആണോ? കാണുന്നത് അല്ലേ? ഞാൻ ചെയ്തു. അത് ചെയ്തില്ലേ? നിങ്ങൾക്ക് സ്ഥിരമാണല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല. അതിന്റെ കൂടെ ഫ്രണ്ട് എൻജോയ് ചെയ്തു. അവർ പോസ്റ്റ് ആയത് കാണുന്നുണ്ട്. ക്യാമറ കാണിക്കുന്നില്ല. കുറെ നാളായിട്ട് അറിയാവുന്ന friends പോലെ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഒട്ടും പ്രശ്നമില്ല. ഞാൻ ഭയങ്കര സോഷ്യലൈസിംഗ് ആണ്. അതുകൊണ്ട് ഇവരല്ലേ കുറച്ച് ദിനം പറഞ്ഞു സ്ട്രേഞ്ചർ ആയിട്ട് ഒരാളെ അല്ല, അങ്ങനെ അതല്ല പറഞ്ഞ സ്ട്രേഞ്ചർ ആയിട്ടുള്ള പേര് 1 വർഷം ഡേറ്റ് കിട്ടിയതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ പരിചയം ഇല്ലാണ്ടിരിക്കണല്ലോ. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. പക്ഷെ എനിക്ക് സോഷ്യലൈസേഷൻ മടിയില്ല. ഞാൻ അങ്ങനെ ബമ്പിള് ആള് കളഞ്ഞതിന്റെ കാര്യം സ്ട്രേഞ്ചേഴ്സിനെ പറ്റില്ല. പക്ഷെ പുള്ളിക്ക് സ്ട്രേഞ്ചേഴ്സിനെ പെട്ടെന്ന് അടുക്കാനും പറ്റും. പെട്ടെന്ന് സിംഗപ്പൂർ ഞാൻ ആരായിട്ടും. പക്ഷെ ഇത് ഈ പെണ്ണുകൾ മനസ്സിലാക്കണില്ല അല്ലേ? കല്യാണം കഴിഞ്ഞതിന്റെ അഹങ്കാരമല്ലേ? വിഷമം അങ്ങനെയാണോ? അല്ല, ബമ്പിളൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. കെട്ടിപ്പോയി. ഇപ്പഴാ യൂസ് ചെയ്യാൻ തുടങ്ങി. വ്യാജ പേര് മഹാദേവന്റെ പേരാ. പറഞ്ഞോ അവസാനം. ഓക്കെ, അത് മഹാദേവനെ സ്വൈപ്പ് ചെയ്യും. മഹാദേവൻ ഫോട്ടോ ഇപ്പൊ സെറ്റായി, കാറ് വിടാ ഫുള്ളായി. അപ്പൊ ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉള്ള ഓരോന്നായിട്ടുണ്ട്. നമുക്കത് ഓക്കെ. മഹാദേവൻ കിട്ടാതെ അല്ലേ? അതൊരു പ്രശ്നം, അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ തുടങ്ങാൻ മാത്രം അറിയത്തുള്ളൂ, നിർത്താൻ അറിയില്ല. അപ്പൊ അതിന്റെ വായിങ്ങനെ പൊത്തി പിടിച്ചോണ്ട് ഓക്കെ, മനസ്സിലായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് ഞാൻ വൈകിട്ട് എൻജോയ് ചെയ്യുന്നല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്രോഡ്കാസ്റ്റിൽ വരുന്നത്. അതില്ല, നമ്മളൊന്നുകൂടെ വിളിക്കാം. ഞാൻ ഇന്റർവ്യൂസ് വേറെ ആരും വരാനില്ല. ഇവരെ വിളിച്ചാൽ പറഞ്ഞോളൂ. ഭാഗ്യം, ഇവന് socializing ഇഷ്ടമാണ്. ഇന്റർവ്യൂസും അത്യാവശ്യം ഫൺ സെഷൻ ആയിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ഒഫീഷ്യൽ കാര്യങ്ങൾ ചോദിച്ചോണ്ടേ. അതായത് എന്താ ചെയ്യുന്നത്, ഇപ്പൊ എന്ത് ചെയ്യുന്നു. അത് ഞാൻ നോക്കിയില്ല. അത് പക്ഷെ ഇതിലെല്ലാം ഉണ്ടായിരുന്നു. അതവൻ ചോദിച്ചു പേഴ്സണൽ കാര്യം, ഞാൻ ചോദിച്ചു മാധവൻ ഇപ്പൊ പ്രൊഫഷണൽ കാര്യം ചോദിച്ചു. പക്ഷെ അത് അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ലേ? നീ ഇങ്ങനെ മറ്റേ പറയുന്നുണ്ടായിരുന്നില്ല. ആ ഇലക്ട്രിക്കൽ കാർ ഇട്ട് വന്നില്ല, അത് മതി. പക്ഷെ എനിക്ക് ആ ഫീൽ തോന്നിയില്ല. നമ്മള് ചുമ്മാ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് നമ്മളെ ഫൺ തോന്നി. ചാറ്റ് തന്നെ വന്നത്. ഓക്കെ, നമുക്ക് വൈകിട്ട് ഇല്ല, നമ്മൾ നിർത്തത്തില്ല. നമുക്ക് എല്ലാവർക്കും സോ ഒരു എല്ലാവരും കാര്യം ചോദിച്ചത്. വേണ്ട. അവസാനിപ്പിച്ചാ ഓക്കെ, ഒരു അടിപൊളി എപ്പിസോഡ് ആയിരുന്നു. ഇതുപോലുള്ള ഗസ്റ്റുകൾ നമ്മൾ വീണ്ടും കൊണ്ടുവരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുന്നത് ഞാൻ വരണം. ഒരു കാര്യം ചോദിച്ചത്. ഇതെന്താണ് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്ന് വിളിക്കാത്ത? ഏത് കൗണ്ടർ ഇത് നമ്മൾ വിറ്റോക്സ് ആണ് മൊത്തം TikToks ആണ്. Okay, ശരി, ശരി. സോ വിറ്റോക്സിലേക്ക് കൂടുതൽ ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിളിച്ച പേര് എനിക്കതാണ് തോന്നിയത്. ഇത് കഴിയൂലേ? അല്ല, നിങ്ങൾ സ്വയപ്പെടാന്ന് പറഞ്ഞു. ശരി, അത് കഴിഞ്ഞ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്. അതല്ലേ? ഓക്കെ, Sign off ചെയ്തു. നമുക്ക് ആ ഫൺ നോട്ടിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ കൂടുതൽ ഗസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിളിച്ച വരുന്നവരെ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. വരാൻ ആഗ്രഹമുള്ളവർക്കും അത് ഫ്രീ ആയിട്ട് വരുന്നവർ ചായ ചായ മേടിച്ചു കൊടുത്താ പോടാ. സാധാരണ അതുപോലെ ഇല്ല. അതിൽ നമ്മൾ ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. വൈകിട്ടാകുമ്പോ ഗൂഗിൾ പേ റിക്വസ്റ്റ് 15 rupees. 2 ചായയുടെ പൈസ കൂട്ടുകാരനെ കൂടെ ഒരാളെ കൊണ്ടുവരല്ലേ പറഞ്ഞത്, 2 പേരായിട്ട് വന്നേക്കുന്നു. ആദ്യം 10 രൂപ വെച്ചിട്ട് പിന്നെ സോറി വേണ്ടല്ലോ കൂട്ടുകാരനെ കൂടി. rupees ആണ്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ബൈ.